بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. من آدابه العامة صلى الله عليه وآله وسلم തങ്ങളുടെ പൊതുവെയായ ആദാബ്. അപ്പോൾ ആദാബ് എന്ന് പറയുമ്പോൾ എളിഞ്ഞ കുട്ടി പോയി ചോദിക്കലോ ഉസ്താദിനെ കാണുമ്പോൾ പായലൊന്നും അർത്ഥം വെക്കാൻ പാടില്ല. കാരണം പണ്ടത്തെ ജഹാലത്തെല്ലാം ചാടണം, എന്നാലേ ബുദ്ധി എന്തെങ്കിലും ഇലുമെന്ന് പറയുള്ളൂ. അത് ചാടാൻ കഴിയുന്നില്ല ഇപ്പോൾ. കണ്ണ് പറയുമ്പോൾ പണ്ടേ തന്നെ തിരിച്ചു വരുന്നു, എന്താ അതിൻ്റെ കാരണം തിരിയുന്നില്ല. അപ്പോൾ കുട്ടികൾ നല്ല അതുപോലെ ഉള്ളതായി. എന്താ വഖാറുഹുൽ അലീമു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഖാർ. വഖാർ നേരെ ഭാഷൻ്റെ അർത്ഥം കനം കനം എന്നാണ് ബക്കർ. അപ്പം നല്ലൊരു ഗാംഭീര്യം എന്നുവെച്ചാൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദന്നാസി വഖാറൻ. വഖാറിനാൽ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളേക്കാൾ ഏറ്റവും അശദ്ദാണ് തങ്ങളെ വഖാർ. വ അഅ്ളമഹും അദബൻ, അദബിനാൽ ഏറ്റവും വർണ്ണിച്ചവരാണ്. വ അർഫഅഹും ഫഖാമത്തൻ വ കറാമത്തൻ, അതും അറിയാലോ. റവാ അബൂ ദാവൂദ ഫി മറാസീലിഹി, മറാസീലിന് മുർസലായ ഹദീസ്. താബിയന് ശേഷം ആള് പോയാലാണെന്ന് പറയുന്നത് മുർസലി, കൊടുത്തയച്ചെന്നല്ല അതിനർത്ഥം. മല്ലക്ക് തന്നെ കെട്ടി തൂക്കിയെന്നാണ് പറയില്ലേ. ഇന്ന് ഇസ്ലാഹി പഠിക്കാൻ മല്ലക്ക് തന്നെ സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് ആള് പോയി. നമ്മിപ്പം എന്താക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ സനത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ഇത് മഹല്ലൊക്കെ അയറ്റാൻ വായിച്ചു. അപ്പുറത്തെ തലക്കുന്ന താബീന് ശേഷം ആള് പോയാൽ എന്താക്കും? മുർസലാവും. അൻ ഖാരിജത്ത് ഇബ്നു സൈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ റിപ്പോർട്ട്. ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഖറ അന്നാസി ഫീ മജ്ലിസിഹി, തങ്ങളുടെ മജ്ലിസിൽ ഏറ്റവും ഗാംഭീര്യമുള്ള വഖാറുള്ളവരായിരുന്നു തങ്ങൾ. ലാ യകാദു യുഖ്രിജു ശൈഅൻ മിൻ അത്റാഫി, തങ്ങളുടെ അങ്ങളിൽ നിന്ന് ഒന്നും പുറത്തു വെളിപ്പെടുത്തൂല. ചിലരുടെ കയ്യും കാലും അവരത്തെല്ലാം ചില മജ്ലിസിൽ ഇഷ്ടം കൊണ്ടെന്താക്കും, എല്ലാം തുറന്ന് ഓപ്പനാവുമല്ലോ. പിന്നെ ചെറിയ തുണി എടുത്തിട്ട് വരും, കാലം ചുറ്റും മറ്റും വെക്കും തോറും ഇത് പുറത്താവും. അതാ ഈ ലായക്കാതു യുഖ്രിജു ശൈഅൻ മിൻ അത്റാഫിഹിന്റെ മാന എന്താണ്? ഖാല കസീറുൻ മിനൽ ഉലമാഇ റളിയല്ലാഹു അൻഹും പറയുന്നു, യഅനി ഇതിന്റെ അർത്ഥം എന്താ? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുൾഹിറു ശൈഅൻ മിൻ അത്റാഫി ജിസ്മിഹി ശരീഫ്, തങ്ങളുടെ മഹത്താ ജിസ്മിന്റെ ഭാഗങ്ങളൊന്നും പ്രകടമാക്കൂല. എന്തിനാ? വഖാറൻ മിന്നു, അതൊരു വഖാറാണ്. തങ്ങളെ വെക്കുന്നത് വഖാറായിക്കൊണ്ടിട്ട്. അതാണ് എന്തിൻ്റെ മാന? ലാ യകാദു യുഖ്രിജു ശൈഅൻ മിൻ അത്റാഫിഹിന് ഉലമാക്കന്മാർ കൊടുത്ത അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇനി വഖാലൽ അല്ലാമത്തുൽ ഖാരി, ഇമാം മുല്ലാലി ഖാരി റളിയല്ലാഹു അൻഹു ഈ മാന ലാ യകാദു യുഖ്രിജു ശൈഅൻ മിൻ അത്റാഫിഹിക്ക് മൂപ്പർക്കും ഒരർത്ഥമുണ്ട്. എന്നുവെച്ചാൽ മിൻ ബുസാഖി ഫമിഹി ഔ മുഖാത്തി അംഫിഹി ഔ ഖത്ഇ ലഫരിഹി, നഖം മുറിച്ച കഷ്ണങ്ങളുണ്ടല്ലോ അത്, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ചീറ്റിക്കളയുന്നത്, അങ്ങനെ തുപ്പുന്ന ബുസാക്ക്, ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തൂല എന്നാ പറയുന്ന അർത്ഥം. അപ്പം എന്താ മറ്റേത് ഒരു വിശാലമായ അർത്ഥം. അപ്പം അത് ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് പ്രകടമാക്കാതെ അത് കഴിച്ചു കൂട്ടും. وروى ابن ماجه عن إسماعيل قال دخلنا على الحسن. ഹസൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഹസൻ ബസ്രിയാണ് ഉദ്ദേശം. ബസ്രി നഊദുഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ രോഗം കാണാൻ പോകുന്നു.
അങ്ങനെ ഹത്താ മലകിനൽ ബൈത്ത, വീട്ടിൽ നിറയെ ആളായി. കബല രിജിലൈഹി, അവിടുത്തെ കാലെന്താക്കി പിടിച്ചെന്ന് വെച്ചാൽ ആളുടെ കാല് നീട്ടി ഇങ്ങനെ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അതബ് ഇവിടെ കണ്ടെന്ന് വെച്ചിട്ട് സുമ്മക്കാല, പിന്നീട് ആര് പറഞ്ഞു? ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, ദഖൽന അല അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളെ നമ്മൾ കാണാൻ പോയി. നഊദുഹു, അവര് മുസൽസലായി. ഹത്താ മലഹിനൽ ബൈത്ത, ആ വീട് നിറഞ്ഞു. ഫഖബല റിജ്ലൈഹി, അബൂ ഹുറൈറ തങ്ങൾ എന്താക്കി? എത്തി. സുമ്മക്കാല, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മാതൃകയാണ്. അപ്പൊ തങ്ങളെ മാതൃക ആരെടുത്ത്? അബൂ ഹുറൈറ. അബൂ ഹുറൈറ തങ്ങളെ മാതൃക ഹസനുൽ ബസരി. ദഖൽന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ മലകിനൽ ബൈത്ത, വീട് നിറഞ്ഞു പോയി. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൽതജിഉൻ ലിജംബിഹി, തങ്ങൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടുണ്ട്. ഫലമ്മാ റാന, നമ്മളെ കണ്ടപ്പോൾ കബലരിച്ചിലേഹി, കാല് പഠിക്കും. സുമ്മ കാല, പിന്നെ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു സയഅതീകും അഖ്വാമും മിൻ ബഅദി, എൻ്റെ കാലത്തിന് ശേഷം നിങ്ങളുടെ അടുക്കലേക്ക് ചില കൗമ് വരും. എന്തിന്? യത്ലുബൂനൽ ഇൽമിനെ തേടാൻ വേണ്ടി. അവിടെ എന്താക്കണം? നന്നായി സ്വീകരിക്കണം, അവർ മടക്കിയാക്കാൻ പാടില്ല. അതാ ഫറഹിബൂ ബിഹിം, ഇൽമിനെ തേടാൻ വേണ്ടി വന്നവരെ നിങ്ങൾ തർഹീബാക്കണം, മർഹബയാക്കലുണ്ട്. വഹയ്യൂഹും, അവർക്ക് തഹയ്യത്ത് നൽകണം. ഹയ്യാന്നല്ല ജീവിപ്പിക്കുന്ന അർത്ഥമല്ല, അത് അഹയ്യെന്ന്, തഹയ്യത്ത്. എന്നിട്ടോ വഅല്ലിമൂഹും, അവർക്ക് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ആ വിദ്യാർത്ഥികൾ എന്താക്കണം? നല്ലപോലെ പരിപാലിക്കണം. അപ്പം നമ്മളെ ബാബിൻ്റെ മഖ്സൂദ് അതല്ല. ആളിടയിൽ കാലിങ്ങനെ നീട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ, ആള് വരുമ്പോൾ ചിലപ്പം കാലിലും കെട്ടി വെച്ചിരിക്കുമ്പോൾ അത് ആളിടയിൽ ഒരു വക്കാറിനെതിരാണ്. ഇനി തഖദീമുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കബീറൽ ഖൗമി ഫിൽ കലാം, എന്തെങ്കിലും ഒരു കലാമ് സംസാരിക്കുമ്പോൾ വയസ്സ് മൂത്താക്ക് ആദ്യം അതിനെ പ്രയോഗിച്ചു കൊടുക്കും. അതൊരു അദബാണ്. അതാ പറഞ്ഞത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമു കബീറൽ ഖൗം, ആ കൗമിൻ്റെ കൂട്ടത്തിൽ വയസ്സ് മൂത്ത ആളെ മുന്തിക്കും. എന്തിന്? ഫിൽ കലാമി വസ്സുആൽ, ചോദിക്കാനാവട്ടെ സംസാരിക്കാനാവട്ടെ. വദാലിക മിൻ ബാബി തക്രീം, അതാ വയസ്സന്മാരോട് കാട്ടുന്ന ഒരു തക്രീമാണ്, ബുർക്കൊരു സ്ഥാനം. അതുപോലെ ഹിഫ്ദിൽ മറാത്തിബി, ഓരോന്നിനും മർത്തബ സൂക്ഷിക്കുന്നുണ്ടല്ലോ കുട്ടികളുടെ കാര്യത്തിൽ, അത് മറ്റൊന്ന്. വതൻസീലിഹിൻ നാസ മനാസിലഹും, ഓരോരുത്തരും അർഹതപ്പെട്ട സ്ഥാനത്തിറക്കലൈ. റവൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അൻ സഹൽ ബിൻ അബി ഹസ്മത റളിയല്ലാഹു അന്ന നഫറൻ ഇൻതലഖു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംഘം തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നാ പറഞ്ഞ. എന്തിനു വന്ന്? എവിടുന്ന് വന്ന്? വഫീ റിവായത്തിൻ ജാഅ അബ്ദുർറഹ്മാൻ ഇബ്നു സഹൽ ഹുവൈസത്ത് മുഹയ്യിസത്ത് ഇബ്ന മസ്ഊദ്, ഇവരാണ് വന്നത്. ആദ്യം നഫർ എന്ന് പറഞ്ഞാൽ ഈ ആളെ തിന്നിട്ടില്ലല്ലോ. ആരെല്ലാം വന്ന്? അബ്ദുർറഹ്മാൻ ഇബ്നു സഹൽ, പിന്നെ മസ്ഊദിന്റെ രണ്ട് മക്കൾ ഹുവൈസത്ത് മുഹയ്യിസത്ത്, അപ്പം മൂന്നാണ്. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. അപ്പോൾ ഹദീസ് അങ്ങോട്ട് പൂർത്തിയാക്കി. അത് പറഞ്ഞതിന് മടക്കി പറഞ്ഞതിന് കള്ളി മനസ്സിലായി. ഫഖാലു, മൂന്നാള് പറഞ്ഞു, യാ റസൂലുള്ളാഹി അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം ഇൻതലഖിനാ ഇലാ ഖൈബർ, ഞങ്ങൾ ഖൈബറിലേക്ക് പോയിരുന്നു. ഫവജദ്നാ അഹദനാ ഖതീൽ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊല്ലപ്പെട്ടിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം മിക്കവാറും ശത്രുക്കളെ കൊല്ലാനാ സാധ്യത, കാരണം സഹാബത്തിൻ്റെ കൂട്ടത്തിലല്ലേ. വഫീ റിവായത്തിൻ, ഒരു റിവായത്തിൽ ഫദഹബ അബ്ദുർറഹ്മാനാണ് യതകല്ലമു, സംസാരിക്കാനൊരുങ്ങിയത്. വകാന അസ്ഗറൽ ഖൗമി, ആ ഖൗമിൻ്റെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവരായിരുന്നു ആര്? അബ്ദുർറഹ്മാൻ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കബ്ബിറുൽ കിബർ, വയസ്സ് മൂത്തത്തിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റേ രണ്ടാൾക്ക് വയസ്സുണ്ടോ? വഫീ റിവായത്തിൻ യബ്ദഉൽ അക്ബർ, അക്ബർ തുടങ്ങട്ടെ, അതാണ് അതിൻ്റെ വായന. കബ്ബിൽ കിബർ എന്ന് പറഞ്ഞത് പ്രായാധിക്യത്തിന് ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ. വഫീ റിവായത്തിൻ അൽ കിബർ, അൽ കിബർ എന്ന് പറഞ്ഞു.
വയസ്സ് മൂത്ത ആളെ മുന്തിക്കണം. അതായത് ഖദ്ദിമുൽ അക്ബറ, അതാണ് ഫത്ഹുൽ ബാരിന്റെ ശറഹ്. വഫീ റിവായത്തിൻ കബ്ബിർ കബ്ബിർ, എല്ലാ അർത്ഥത്തിലും ഒന്നില്ല. അതിനർത്ഥം എന്താ? യുരീദു സിന്ന, പ്രായാധിക്യമാണ് അവിടെ നോക്കിയത്, ശാരീരികമായ വലിയ വണ്ണമല്ല. അൽ ഹദീസ്, ഈ ഹദീസ് അവിടെ ഉണ്ട്. ഫി ബാബിൽ ഖസാമ, അതായത് ആ കേസിന് എന്താകണം? ആര് കൊന്നു എന്താണ് അന്വേഷണം നടത്തണം, അതിന് വേണ്ടുന്ന മറ്റുള്ള അനന്തര നടപടികൾ സ്വീകരിക്കണം. അതെ, കിസാസോ ദിയത്തോ. അപ്പം അതിവിടെ മഖ്സൂദല്ല. വൽ മാന ഖദ്ദിം ലി കലാമി മൻ ഹുവ അക്ബറു മിൻക സിന്നൻ എന്നാണ് അതിന് മാന. നിങ്ങളെക്കാൾ വയസ്സ് മൂത്ത ആൾ കാര്യം സംസാരിക്കട്ടെ. എന്തിനാ? എന്താണ് സംഭവം എന്ന് അവതരിപ്പിക്കാൻ. വഫീ മുസ്നദി അഹ്മദ് റളിയല്ലാഹു അൻഹു അൻ ഇബ്നു അബ്ബാസ് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ മിന്നാ മൻ ലം യുവഖിറുൽ കബീർ വയർഹമിസ് സഗീർ. കബീറിനെ ആദരിക്കാത്ത ആളും സഗീറിനോട് കാരുണ്യമില്ലാത്ത ആളും നമ്മൾക്കില്ല, നമ്മുടെ പാർട്ടിയിലില്ല. തങ്ങളെ ദീനിനോട് യോജിക്കൂല. അതോടെ വയഅ്മുറുൽ ബിൽ മഅറൂഫ്, മഅറൂഫ് കൽപ്പിക്കാത്ത ആളും. അപ്പം എന്താണ്? ആ ലമ്മിൻ്റെ ഇറാബെല്ലാം അടുത്തേക്ക് വരും. എങ്ങനെ? യുവക്കിർ, യർഹം, യഅ്മുർ, യൻഹ അനിൽ മുൻകർ. അപ്പോൾ ആരെല്ലാം? കബീറിന് അവരുടെ പ്രായത്തിൻ്റെ സ്ഥാനം കൊടുക്കാത്ത ആള്, സഗീറിന് റഹ്മത്ത്, അതുപോലെ തന്നെ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ നടത്താത്ത ഇതൊന്നും നമ്മളിൽ പെടൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തക്രീമുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അഹ്ലൽ ഫളിലി, ഫളിലിൻ്റെ അഹ്ലുകാർക്ക് വലിയ ആദരവ് കൊടുക്കും. എങ്ങനെ? ഇൽമു കൊണ്ടാവട്ടെ, അഹ്ല ബൈത്തിൽപ്പെട്ടവരാവട്ടെ, അങ്ങനെ ഓരോ ഈ ഫളിലുണ്ടല്ലോ. അൻ ഇബ്നു അബ്ബാസ്, അപ്പം പണം കൊണ്ട് ഫളിൽ നോക്കൂല. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ ബറകത്തു മഅ അകാബിരിക്കും, ബറക്കത്ത് നിങ്ങളുടെ പ്രായാധിക്യമുള്ളവരുടെ ഒപ്പമുണ്ട് എന്ന്. അപ്പം ഈ അക്കാബിറിൻ്റെ വേല എന്താന്ന്? ഒന്നിക്കൽ ഫളിലിൻ്റെ അഹ്ലാകണം, അല്ലെങ്കിൽ പ്രായം കൂടിയണോ? പ്രായം കൂടിയത് നേരത്തെ പറഞ്ഞില്ലേ. അപ്പം നമ്മുടെ ബാബ് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അഹ്ലുൽ ഫളിൽ. അപ്പോൾ മാനവിയായ അക്കാബിറാണ്. വൽ മാന അന്നൽ ബറക്കത്ത വഫീ റിവായത്തിൽ ബസാർ അൽ ഖൈറു മഅ അകാബിരിക്കും. ഇനി ബറക്കത്ത് എന്നുള്ള ലഫ്ദിൻ്റെ പകരം അൽ ഖൈർ. അന്നൽ ബറക്കത്ത മഅ അകാബിരിക്കും ഫിദ്ദീനി വൽ ഇൽമി, അതാണ് ഫളിലാണ്. പ്രായാധിക്യത്തിൻ്റെ ഇതിപ്പോൾ അപ്പുറം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതാ, അത് ദീനിലും ഇൽമിലുമുള്ള ആ ഫളിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ത് എങ്ങനെ തിരിഞ്ഞു? കമാ ദല്ല അലൈഹി ഹദീസ് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് അതിന് തെളിവാണ്. എന്താ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ മിൻ ഉമ്മത്തി മൻ ലം യുജില്ല കബീറനാ വയർഹം സഗീറനാ വയഅരിഫ് ലിആലിമിനാ ഹഖ്ഖഹു. നമ്മളെ ഉമ്മത്തിൽപ്പെട്ടവരല്ല ആര്? കബീറിനെ ആദരിക്കാത്ത ആൾ. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ബഷറിൻ്റെ സഗീറിനോട് റഹ്മത്തില്ലാത്തവർ. ഇനി അടുത്തെന്താ പറയുന്നത്? ഒരാലിമിൻ്റെ ഹക്ക് അറിയാത്ത കോമം നമ്മളിൽ പെടൂല. ആലിമിൻ്റെതായ ഒരു മഹത്വമുണ്ട്. അത് ചിലർക്കറിയും, ചിലർക്ക് ചില നാട്ടിൽ കൽപ്പിക്കുകയും ചെയ്യൂല. അതാ ഫമീൻ ദാലിക, ആ ബാബെന്താ? ഇക്റാമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച് ആരലി അമ്മിഹി, അമ്മിനെ ഇതമ്മ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ടോ മുബാഹാത്തുഹു ബിഹി, ഈ അമ്മിനെ കൊണ്ട് തങ്ങൾ ഒരു അഭിമാനം പറഞ്ഞു. എന്താ ഇത്? എൻ്റെ അമ്മ, ഉപ്പാക്ക് ബദലായി ഉപ്പ. അതോ ഏലാനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അമാമ സഹാബ, സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അതെന്താക്കി? പരസ്യപ്പെടുത്തി. അബ്ബാസ് തങ്ങൾക്ക് വലിയ ബഹുമാനം കൊടുക്കാനുണ്ട് എന്ന് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കണം. ഇനി റവത്ത് തബ്റാനി ബിസനദിൻ ഹസനി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ ഉമ്മിഹി ഉമ്മിൽ ഫളിൽ, ആരെ?
ഇബ്നു അബ്ബാസ് തങ്ങളെ ഉമ്മ ഉമ്മുൽ ഫദ്ൽ, അബ്ബാസ് തങ്ങളെ ഭാര്യ. അന്നൽ അബ്ബാസ് അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോയി. അപ്പോൾ പെണ്ണുങ്ങൾ പറയുമ്പോൾ എൻ്റെ ഭർത്താവ് പോയി. ഫലമ്മ റഅഹു, അങ്ങനെ അമ്മിനെ കണ്ടപ്പോൾ ഖാമയിലേഹി, തങ്ങൾ എണീറ്റ് വന്നിട്ട് വഖബ്ബല മാ ബൈന ഐനൈഹി, കണ്ണിൻ്റെ ഇടയിൽ ചുംബിച്ചു. സുമ്മ അഖഅദഹു അല അൻ യമീനിഹി, വലഭാഗത്തിരുത്തി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു ഹാദാ അമ്മി, ഇതെൻ്റെ അമ്മാണ്. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുബാഹി ബി അമ്മിഹി, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അമ്മുണ്ടെങ്കിൽ ഇത് എൻ്റെ അമ്മാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം പറയട്ടെ. ആരെ പറ്റി മുമ്പുണ്ട് സൈദ് തങ്ങളെ പറ്റി പറഞ്ഞില്ല, ഇതെൻ്റെ കാരണവറാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കാരണന്മാരുണ്ട് കാണിച്ചെന്നിട്ട്. ഫഖാലൽ അബ്ബാസ്, അപ്പം അബ്ബാസ് തങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. നിഅമൽ ഖൗലു യാ റസൂലല്ലാഹ്, പറഞ്ഞ വാക്ക് നല്ല വാക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വറവൽ ഹാകിമു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഇസ്തസ്ഖാ ഉമറു റളിയല്ലാഹു അൻഹു ആമർ റമാദത്തി, എന്നുവെച്ചാൽ വെള്ളമില്ലാത്ത ക്ഷാമം ബാധിച്ച കാലം. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി ബിൽ അബ്ബാസ്, അതിൻ്റെ ബാക്കിയതാ, അതിൻ്റെ ഇടക്ക് റമാദത്തിന് അർത്ഥം കൊടുത്തതാണ്. ആമൽ കഹത്തീൻ ബിൽ അബ്ബാസ്, അബ്ബാസ് തങ്ങളെ കൊണ്ടാണ് എന്താക്കിയ മാനത്തടിച്ചത്. ശരിക്കും പറഞ്ഞാൽ സഹാബത്തിൻ്റെ തർത്തീബിൽ ഫളായിൽ പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു മുന്തിയാണ്. അഹ്ലു ബൈത്ത് എന്നുള്ള നിലക്കാരിക്കുണ്ട് അബ്ബാസ് തങ്ങൾക്കുണ്ട്. മറ്റോർ ബദരിയാണ്, അശറത്തുൽ മുബശ്ശരിയാണ്, അങ്ങനെ പല ഖലീഫയാണ്, വേറെ മഹത്വമുണ്ട്. എന്നാലും എന്താക്കി അബ്ബാസ് തങ്ങളെ കൊണ്ടാണ് മേനത്തേടിയത്. ഫഖാല, അബൂബക്കർ പറഞ്ഞ വാക്കത ഹാദാ അല്ലാഹുമ്മ ഹാദാ അമ്മു നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അമ്മാണ് ഇബർ. നതവജ്ജഹു ഇലൈക ബിഹി, അവരെയും കൂട്ടിയിട്ട് നിന്നെ കൊള്ള ഞങ്ങൾ തവജ്ജുഹാകുന്നു. ഫസ്കിനാണ്ട് വെള്ളം തരണേ. അപ്പോൾ കുതുബത്തിൽ അല്ലാഹുമ്മ ഇന്നാ തവജ്ജഹുക ബിശൈഖിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബദിൽ, അതോടൊരു വാക്ക് ഇവിടെ പേര് മാറിയുന്നേ ഉള്ളൂ. അങ്ങനെ ഫമാബരിഹു ഹത്താ സുഖു, അങ്ങനെ അവിടെ അവർ കഴിഞ്ഞോടുമ്പോഴൊക്കെ തന്നെ വെള്ളം കിട്ടി. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനം കൊടുത്തെന്ന് പറയുന്നു. ഇനി ഫഖതബ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതി. ഫഖാല യാ അയ്യുഹന്നാസ് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറാ ലിൽ അബ്ബാസി മാ യറൽ വലദു ലിവാലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് തങ്ങൾക്ക് കാണും ഒരു മകൻ വാലിദിനെ കാണുന്നത് പോലെ. പര സഹോദരനാണല്ലോ. എന്നുവെച്ചാലോ യുഅല്ലിമുഹു വയുഫഖിമുഹു വയുബിറു ഖസമഹു, അവരെ നല്ലോണം താളീമാക്കും, അവരെ എന്തെന്ന് ആദരിക്കും, അവർ കസമ എന്ന് പറഞ്ഞോ സത്യം ചെയ്ത് അതെല്ലാം നടപ്പിൽ വരുത്തി കൊടുക്കും. അപ്പോൾ ഉപ്പാക്ക് കൊടുക്കുന്ന അതേ പദവി. റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടെങ്കിൽ പിൻപറ്റണം ഇതിൽ ഫി അമ്മിഹിൽ അബ്ബാസ്, അബ്ബാസ് തങ്ങളെ കാര്യത്തിൽ എല്ലാം. അപ്പം മൂപ്പർ തന്നെ സ്വന്തം ആദരിച്ച് കാണിച്ചു കൊടുത്തല്ലോ. വത്തഖിദൂഹു വസീലത്തൻ ഇലല്ലാഹി തആല, അവരെന്താക്കണം നിങ്ങൾ വസീലയാക്കണം. അതെ അബ്ബാസ് തങ്ങളെ എന്തിന് ഫീമാ നസലബിക്കും, നിങ്ങൾക്ക് വല്ല ബലാഗോ മുസീബത്തോ വന്നാൽ വസീലയാക്കണം. അപ്പോൾ കുത്തുബയത്ത് ചെല്ലുന്ന പതിങ്ങളെ പേര് വിളിക്കുന്നതിന് ഇവിടെ ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതിപ്പം തുടങ്ങിയ ഭ്രാന്താണ് ഇത്. തൊട്ടടുത്തെല്ലാം ശിർക്ക്, അപ്പം തിന്നാലും ശിർക്ക്, ചോറ് കുളമ്പിയാലും ശിർക്ക്, ശിർക്കല്ലാത്ത സാധനം ലോകത്തില്ല. ശിർക്കോ ഫോബിയ എന്ന് പറഞ്ഞ മാനവരോഗത്ത്. നിങ്ങൾക്ക് വല്ല ബലാഗോ മുസീബത്തോ വന്നാൽ എന്താക്കണം, അവർ വസീലയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഹദീസും സഹിയല്ലെന്ന് പറയും. ഒരൊറ്റ ഹദീസ് കൊടുക്കാനില്ല. ആദ്യം തന്നെ അവിടെ കടഞ്ഞു കെട്ടി. അപ്പോൾ ഖുർആൻ എടുക്കാൻ പറ്റുമോ? ഒരാളെ ബാധിച്ചല്ല എന്ന് പറഞ്ഞത് ഖബർ വാഹിദാന്ന്, അത് തെറ്റെല്ലാം പറ്റാം. ഞാൻ പറഞ്ഞു ഖുർആന് നിങ്ങൾക്ക് ആകാശം വന്ന് വീണ് കിട്ടിയതാ, എല്ലാം കിഴങ്ങ് കിടക്കുമ്പോൾ കിട്ടിയതാ, എല്ലാം മരത്തം വന്ന് പറിച്ചെടുത്തതാ? ആരാ നിങ്ങൾക്ക് ഖുർആൻ കൊടുക്കുന്നത്? അസ്ഹാബിമാരല്ലേ? അസ്ഹാബിമാരോട് തെറ്റുപറ്റല്ല. ഇവിടെ പറഞ്ഞ പോലെ ഖുർആൻ കൊണ്ടുവരുമ്പോൾ തെറ്റ് പറ്റാതിരിക്കലോ ഹദീസ് കൊണ്ടുവരുമ്പോൾ തെറ്റ് പറ്റലോ എങ്ങനെയാ? അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം നോക്കുന്ന അക്കീലൊന്നുമല്ല പറയുന്നത്.
അല്ല വബഅദു ഹാദൽ ഹദീസ് ഫി സഹീഹിൽ ബുഖാരി, ഈ ഹദീസിന്റെ ചില ഭാഗം സഹീൽ ബുഖാരിയിലുണ്ട്. അപ്പം എന്താ, ഈ സഹാബത്ത് അത് അംഗീകരിച്ചു. വകാന സഹാബത്തു റളിയല്ലാഹു അൻഹു യുഅല്ലിമൂന അൽ അബ്ബാസ റളിയല്ലാഹു അൻഹു വയുക്രിമൂനഹു. അസ്ഹാബിമാർ അബ്ബാസ് തങ്ങളെ വലിയ ആദരിക്കുകയും എന്തിനാ, ഇത്തിബാഅൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തുകൊണ്ട്. ഇത് കുറച്ചെന്തോ ഒന്ന് തിരിക്കാനുണ്ടല്ലോ, അത് ഈ തൊണ്ട പിടിച്ചു വയ്ക്കുന്നുണ്ടല്ലോ. ഇനി فقد روى الحافظ ابن عبد البر عن ابن شهاب أنه قال رضي الله عنه كان الصحابة يعرفون للعباس فضله. അബ്ബാസ് തങ്ങൾക്കുള്ള ആ മഹത്വം ഉണ്ടല്ലോ, അത് അസ്ഹാബിമാർ അറിയുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ടോ ഫയുഖദ്ദിമൂനഹു വയുശാവിറൂനഹു വയഖ്ദൂന ബിറഅയി. അബ്ബാസ് തങ്ങൾക്ക് ഉന്നത പദവി കൊടുക്കും, കാര്യങ്ങളൊക്കെ അവരോട് മുഷാവറ ചെയ്യും, അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ മുറിപ്പിടിക്കും. അപ്പം അങ്ങനത്തെ ഒരു പദവിയായിരിക്കും മുത്താപ്പക്കുണ്ട്. വറവ അയ്ളൻ അൻ അബി സിനാദി അന്നഹു ഖാല, നേരത്തെ ഇബ്നു ശിഹാബല്ലേ പറഞ്ഞത്, ലം യമുറൽ അസ്ഹാബു ബി ഉമറ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ. സഹാബത്തിലെ എന്തായി, സിദ്ദീഖ് തങ്ങളൊക്കെ അയച്ചാൽ അടുത്തുള്ള സ്ഥാനക്കാരാവുന്നു. അല്ലല്ലോ ഉമർ ഉസ്മാൻ ഖലീഫയാണ്. വഹുമാ റാകിബാനി, അവർ രണ്ടുപേരും യാത്രയിലായിരിക്കും. അബ്ബാസ് തങ്ങളെ കണ്ടാൻ താക്കും, ഇല്ല നസല അൻ ദാബത്തിഹിമാ, അവരുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാണ്ട് നിൽക്കൂല. അബ്ബാസ് തങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഹത്താ യജൂസൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലേക്ക് പോയി അങ്ങ് പോകുന്നത് വരെയും. എന്തിനാണത്, ഇജ്ലാലൻ ലഹു, അവർ ആദരിച്ച. വയഖൂലാനി, അവർ പറഞ്ഞു, അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരോട് ആദരവ് കൊടുക്കും. ഇനിയോ അബ്ബാസ് തങ്ങൾ ഇങ്ങോട്ട് വന്നു, തിരിച്ചു. എന്തുകൊണ്ട്, നുബുവത്ത് കൊണ്ട് നബിയല്ലേ ഇത്. അതാ വമിൻ ലതായിഫി അദബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം മാ റവാഹു ഇബ്നു അബി ആസിം അൻ നബി റസീൻ, ഒരു റിവായത്ത്, വൽ ബഗബി ഫി മുഅജമിഹി. അപ്പോൾ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അപ്പോൾ രണ്ട് തരീഖ്. ആരെ, ഇബ്നു അബി ആസിമിന്റെ തരീഖ്, ബഗബി ഇമാമിന്റെ തരീഖ്. അന്നഹു ഖീല ലിൽ അബ്ബാസ്, അബ്ബാസ് തങ്ങളോട് ചോദിച്ച്, അന്ത അക്ബറു അബിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് മുതിർന്ന ആള്, നിങ്ങളാണോ നബിയാണോ, അതായത് ആദ്യം വയസ്സുമൊത്താണ് ആരാന്ന്. ഫഖാല, അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹുവ അക്ബറു മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അക്ബർ. ശരിക്കും പ്രായത്തിലെടുത്താണ്, പ്രായത്തിലെടുത്താണ്. എന്തുകൊണ്ട്, വാന പൊലിത്തു കബലഹു, നബിയേക്കാളെ ആദ്യം ജനിച്ചു ഞാനത്. അതെ, പോയക്കിലെല്ലാം പറയും സാലിസ്ഥാനന്റെ ഏട്ടനാണ്. ആയിക്കോട്ടെ, എനിക്ക് വിനോദമൊന്നുമില്ല, ഒരു നിലക്ക് ഏട്ടനായിക്കോട്ടെ. പ്രായത്തിൽ 10 വയസ്സുള്ളതാണ്. എളതിന്റെ എളുതാണ്. അതെ, അമ്മ തന്നെ ഉപ്പാന്റെ സഹോദരൻ. അത് അമ്മകളൊക്കെ കാരണവരാകണേ വയസ്സ് നോക്കണം. ഉപ്പാന്റെ അനിയനാകണമില്ലല്ലോ, ഉപ്പാന്റെ മൂത്തതായാലും അമ്മ തന്നെയല്ലേ. നമ്മുടെ മലയാള ഭാഷയിൽ ചെറിയാളിയും വലിയാളിയും വെറുതിരിക്കാനാണ് ഇളയ മൂത്താന്നെല്ലാം പറയുന്നത്. അമ്മ എന്ന് അറബിയിൽ ഒറ്റ വാക്കേ ഉള്ളൂ. അത് നമുക്ക് പൊതുവെയുള്ള കുറേ ധാരണ ഉണ്ട്. കാരണവർ എന്ന് പറയുമ്പോൾ ഇയാൾ ഞങ്ങളുടെ വയസ്സും മൂത്ത ആളായിരിക്കണം, അങ്ങനെ ഉണ്ടാവും. ശിഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റേ ആൾ വലിയ നരച്ചതാണേലുള്ള ആളാകണം, പഠിച്ച ആള് കറുത്ത ആളുമാകണം തോന്നുന്നു, അങ്ങനെ ഉണ്ടാകും. തങ്ങളിനേക്കാളെ പറയാതിക്കല സഹാബികളില്ലേ, ശിഷ്യൻ പറയിച്ച് സൽമാൻ ഫാസിക്ക് 250 വയസ്സായി അല്ലേ, തങ്ങൾക്ക് എത്ര വയസ്സ്? 60. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമായി അബ്ബാസ് തങ്ങൾ നേരത്തെ ജനിച്ചാണ്.
അത് ഇബ്നു ഹിശാമിൽ ഒരു ചർച്ചയുണ്ട്, ആരാ വയസ്സ് മൂത്താള്, ആരാ അതും ജനിച്ചത്. അപ്പം അതിൻ്റെ ഷറഹിൽ എഴുതി അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താക്കും, നബി സല്ലല്ലാഹു അലൈഹി തൊട്ടിൽ കിടത്തിയിട്ട് നല്ല പാട്ട് പാടി പാട്ട് ഉദ്ധരിക്കുന്നുണ്ട്. മുഹമ്മദ് ബിനു അബുദമി എന്നിട്ട് പാട്ട്. അപ്പോൾ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ബാസ് തങ്ങൾ പാട്ട് പാടണമെങ്കിൽ എങ്ങനെയാലും കുറച്ച് വയസ്സധികം പാടില്ലേ, അത് മൂപ്പറാണ് തെളിവ് കൊടുത്തത്. പക്ഷെ എന്താണ്, അബ്ബാസ് തങ്ങൾ ആദ്യം പറഞ്ഞത് ഖദറിലാണ്. അക്ബർ മിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നബൂവത്തുണ്ട്, റിസാലത്തുണ്ട്, അന്നലക്ക് അക്ബറാണ്. പക്ഷെ ആദ്യം ജനിച്ചാണ് ഞാനും. അപ്പോൾ തങ്ങൾക്കുള്ള ആ മഹത്വം ആദ്യം പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷമാണ് انظر الإصابة وشرح الزرقاني على المواهب وفي الإصابة نقلا عن الشعبي. അപ്പൊ നിങ്ങൾ പറഞ്ഞ കൊണ്ട് അബ്ദുല്ലാനേക്കാണ് മുത്തതുള്ളതൊന്നും ഈ വാക്കിന്ന് കിട്ടൂല. അത് ഇളയപ്പ എന്നുള്ള മലബാലിയായ ഇസ്തിലാഹ പ്രകാരം പറഞ്ഞാൽ അബ്ദുള്ള തങ്ങൾക്ക് അതിനാണ്ട് നമ്മളെ ഭാഷയിൽ ഇളയപ്പ വിളിക്കല്. അപ്പൊ അബ്ദുള്ളയാന്ന് ഇളയ മോന് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഓറെ ഉമ്മാന്റെ ഭാഗത്തിൽ കൂടി നോക്കുമ്പോ ഇളയ മോനാന്ന് അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തിൽ. نقلا عن الشعبي رضي الله عنه أنه قال ذهب زيد بن ثابت رضي الله عنه ليركب. വാഹനം കയറാൻ വേണ്ടി ഒരു ദേഹയിൽ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂപ്പറാരാ വലിയ ആലിം. ഫഅംസക ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പിടിച്ചു നിർത്തി ബിദ്ദിക്കാബ് കയറേണ്ട വാഹനം. അപ്പം ആരാണ്, അഹ്ലുൽ ബൈത്ത് ഇബ്നു അബ്ബാസ് തങ്ങളാണ് വന്നത്. ഫഖാല, അപ്പം പറഞ്ഞു തനഹ, ഇബ്നു അബ്ബാസ് തങ്ങളെ മാറി നിൽക്കി. ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മിൻ്റെ മോനാ നിങ്ങൾ മാറി നിൽക്കി, ഇങ്ങനെ ചെയ്യാം. ഖാലല, ഞാൻ മാറുള്ളൂ. അപ്പം സയ്യിദ് തങ്ങൾക്ക് ഹിദ്മത്തെടുക്കുന്നു. ഹാകദാ നഫ്അലു ബിൽ ഉലമാഇ വൽ കുബറാ, പ്രായാധിക്യമുള്ളവരോടും ഉലമാഇനോടും ഞങ്ങൾ ഇപ്രകാരം ചെയ്യും. അപ്പം എന്താക്കി, മൂപ്പറ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അഹ്ലു ബൈത്തിനോട് നമ്മൾ ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മൂപ്പറതാക്കി ഇങ്ങോട്ട് പിടിച്ചിട്ട് മുത്തി. ഇനി അടുത്ത് وروى الطبراني عن أبي أمامة رضي الله عنه قال بين رسول الله صلى الله عليه وسلم ومعه أبو بكر وعمر وأبو عبيدة بن الجراح رضي الله عنهم. അഷറത്തുൽ മുബശ്ശരീനപ്പെട്ട മൂന്നാളവിടെ ഇപ്പോൾ. വേറെയും ഫീ നഫരിൻ മിൻ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹു കുറച്ച് വേറെയുണ്ട്. ഇത് മുത്തിയ ബി ഖദഹിൻ ഫീഹി ശറാബുൻ, കുടിക്കേണ്ട പാനീയമുള്ള ഒരു കോപ്പ കൊണ്ടുവന്നു. ഫനാവലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായിരിക്കുമെന്ന് അബൂ ഉബൈദ തങ്ങൾക്ക് കുറിച്ച്. അപ്പം മറ്റേ ആൾ നോക്കുമ്പോൾ അബൂബക്കർ ഉമറാരാന്ന് അബൂ ഉബൈദ തങ്ങളെ ഞാൻ കാണാൻ പറ്റുന്ന ആളാണ്. ബദരിയാണ് എല്ലാം തന്നെ, അഷറത്താണെന്നല്ലോ. പക്ഷെ അതിലുണ്ടല്ലോ ക്രമം. ഫഖാല, അബൂ ഉബൈദ പറഞ്ഞു, അൻത ഔലാ ബിഹി യാ നബിയല്ലാഹ്, തങ്ങൾക്കാണ് അതിൻ്റെ ഔലാന്ന് പറഞ്ഞു. ഖാല ഖുദ്, പിടി. ഫഅഖദ അബൂ ഉബൈദത്തുൽ ഖദഹ, അപ്പോൾ അബൂ ഉബൈദ എന്താക്കി, ആ കോപ്പ വാങ്ങി. വഖാല ഖബല അൻ യശ്റബ, കുടിക്കുന്നതിന് മുമ്പെന്ത് പറഞ്ഞ്, ഖുദ് യാ നബിയല്ലാഹ്, തങ്ങളത് കുടിക്കുന്നു. അവൻ നിർബന്ധിച്ച് കൊടുത്തപ്പോൾ എന്താക്കി, വാങ്ങിയിട്ട് തങ്കന് കുടിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, ഇശ്റബ്, അബൂ ഉബൈദ നിങ്ങൾ കുടിക്കണം. ഫൈനൽ ബറക്കത്ത മഅ അകാബിരിനാ, നമ്മുടെ വയസ്സ് മൂത്ത ആളിലാണ് ബർക്കത്ത് എന്നുണ്ട്. എന്താക്കി, തങ്ങൾ പിന്നെ ചെയ്യും. ഫമൻ ലം യർഹം സഗീറനാ വയുജില്ല കബീറനാ ഫലൈസ മിന്നാ. ഇത് രണ്ടുവട്ടം, ഇത് മൂന്നാമത്തെ ആവർത്തനമാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്തായി, ഫഅറാദ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുക്രിമ അബൂ ഉബൈദത, അബൂ ഉബൈദത റളിയല്ലാഹു അൻഹു തങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തത്. എന്നിട്ടോ ഫനാവലഹുൽ ഖദഹ, കുടിക്കേണ്ട പാത്രം ഓർക്ക് കൊടുത്തത്. വഅസ്ന അലൈഹി ബിഖൗലിഹി, തങ്ങൾ അവളെ പുകഴ്ത്തി പറഞ്ഞു. അൽ ബറക്കത്തു മഅ അകാബിരിനാ എന്നുള്ള വാക്കുണ്ടെന്നാക്കി. അബൂ ഉബൈദ തങ്ങൾക്ക് വയസ്സധികമുള്ളതുകൊണ്ട് ബർക്കത്ത് ഉറ കൂടെ ഉണ്ടെന്ന് എന്താക്കി തങ്ങൾ പ്രഖ്യാപിച്ചു. തങ്ങളെ കയ്യിൽ ബർക്കത്തില്ലേ.
وروى أبو داود عن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن من إجلال الله تعالى അള്ളാഹനെ ആദരിക്കപ്പെട്ടതാണ്. അപ്പൊ ഇജ്ലാൽ എന്നുള്ള മസ്തർ എന്തിലേക്ക് ഇലാഫത്ത്? മഫ്ഊലിലേക്ക് ഇലാഫത്താണ്. അള്ളാഹനെ ആദരിക്കുന്നല്ല മഫ്ഊലിലേക്ക് ഇലാഫത്ത്. വസീലല്ലേ ഞാൻ അഹബ് തെറ്റുമെങ്കിൽ പിടിക്കണോ? ഞാൻ ഇങ്ങനെ അടിച്ച എൻ്റെ മിന്നിന്ത്യാൻ അഹബായി പറയുന്നു. അപ്പൊ അള്ളാഹനെ ആദരിക്കൽപ്പെട്ടതാണ് ഇത്. ബയസ്സുമൂത്താൾ ആദരിക്കലും. അപ്പൊ ബയസ്സുമൂത്താൾ ആദരിച്ചാൽ അവൻ അള്ളാഹനെ ആദരിച്ചാളായി. അള്ളാഹനെ ആദരിക്കുന്ന പല വകുപ്പുണ്ട്. അള്ളാഹിന്റെ വിഷയത്തിൽ അഖീദ നന്നാക്കല്, അവനെ തൻസീഹ് പറയല്, അവനെ സനാഹ് ചെയ്യല്, ആ കൂട്ടത്തിൽ ബയസ്സിന്റെ ഒരാളെ ബഹുമാനിക്കല്. അതല്ല മിന്നിട്ടിട്ടില്ല പറഞ്ഞത്. ഇക്റാമ റിശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ ബയസ്സിൽ നിന്ന് അരച്ച ആളുകൾ ആദരിക്കല് അള്ളാഹനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അതിന് പിന്നെ അള്ളാഹനോട് ഫളിലില്ലല്ലോ എന്നാണ്. പിന്നെ മറ്റൊരാളെ ബഹുമാനിക്കണം. ഏത്? ഹാമിനുൽ ഖുർആൻ, ഖുർആനിന്റെ ഹാമിലിനെ ബഹുമാനിക്കല്. ഖുർആന്റെ ഹാമിൽ അല്ലെങ്കിൽ നിയമം പിടിച്ച് നോക്കുന്നല്ല, ഖുർആൻ വാഹകൻ. എപ്പോഴും മൂത്തിലാലും കാണാപ്പാടാക്കലിനാലും അതിനാദരിക്കുന്ന വിഷയത്തിൽ. പക്ഷെ എന്തായിരിക്കണം? ഗൈറുൽ ഖാലി ഫീഹി, ഖുർആനിൽ അതിര് വിട്ട് കിടക്കാൻ പാടില്ല. സ്വന്തം അർത്ഥം വെക്കലും ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കലും സ്വന്തം അഭിപ്രായം പറയലും അതൊന്നും പറ്റൂല. അതിര് വിട്ട് കിടന്നു. അതുപോലെ വലൽ ജാഫി എന്ന ഖുർആൻ അവഗണിക്കുന്നതാണെങ്കിൽ പറ്റൂല. നിലനെ ഒതിയ അഭിപ്രായത്തുമില്ല തഫരീത്തുമില്ല. പിന്നെ ഇനി 3 വൈക്റാമൽ സുൽത്താനുൽ മുഖസിറ്റി, നീതി പുലർത്തിക്കൊണ്ട് ഭരിക്കുന്ന സുൽത്താനെ ആദരിക്കലും. അപ്പൊ 3 1 മുസ്ലിമായ നരബാധിച്ച വയസ്സന്മാരെ ബഹുമാനിക്കല്. ഖുർആനിൽ എന്തുണ്ട്? അതിൽ അതിരുവിട്ട് കിടക്കുന്നുമില്ല, ഖുർആനെ അവഗണിച്ചിട്ടുമില്ലാത്ത ഖുർആൻ അതോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഹാമിൽ ഖുർആനെ ബഹുമാനിക്കൽ. പിന്നെ നീതിയുള്ള സുൽത്താനെ ബഹുമാനിക്കൽ. ഇതെല്ലാം അള്ളാഹനെ ബഹുമാനിക്കുന്ന ഹുക്കമിൽപ്പെട്ടതാണ്. അത് തീർന്നു. ഇനി അടുത്തെന്താ പറയുന്നത്? ഒരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് വളരെ നന്നായിട്ടുണ്ട് എന്താക്കും, അതിനെ പുകഴ്ത്തു. നല്ല ചായ കാച്ചി, നല്ല ചായ ആയിട്ടുണ്ട്. കൂട്ടാൻ വെച്ച് നല്ല അതിനെ പറ്റിയും അത് അറിയാം. അതാണ് തഹ്സീനുഹു അൽ ഹസൻ, നല്ലതിനെ തങ്ങൾ തഹ്സീനാക്കി പറയൽ. അമല് നല്ല ഭംഗിയാക്കണമെന്നും ഇത്കാനാക്കണം. അതെന്തെല്ലാം രൂപത്തിൽ അതിനെ പരിപോഷിപ്പിക്കാമോ അപൂർണമായ രീതി. എങ്ങനെയെങ്കിലും വെച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താവൂല, ഇത്കാനാവൂല. ഒരു ബിരിയാണി വെക്കുമ്പോൾ കുറെ ചോറും വെച്ച് കുറെ ഇറച്ചിയും വെച്ചിട്ട് കൂട്ടിപ്പെറുക്കിയിട്ട് ബിരിയാണി ആക്കിയാൽ അതിൻ്റെ ഹക്ക ബിരിയാണി ആയിട്ടില്ല. അതിൻ്റെ ചേരണ്ട എല്ലാം ചേർന്നിട്ട് അതിൻ്റെ ഇത്കാനാവണം. അത് ഇന്ന് നിന്നില്ല, ഏത് പണിയിലും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹസ്സിനുൽ അംറൽ ഹസൻ, നല്ല കാര്യങ്ങളാണ്ടാക്കും തങ്ങളതിന് ശരി നല്ല ഭംഗിയാക്കിയിട്ട് പറയും. വാക്കൊണ്ട പറയലേ. വയംദഹു അലാ ദാലിക, അതിന് വേണ്ടി എന്താക്കും പുകഴ്ത്തി പറയും. അതിനാ തക്രീമൻ ലിമൻ അഹ്സന ഫീഹി, ആ അമലില് പണിയെടുത്തൊരാളുണ്ടാകുമല്ലോ, ഹിസാനാക്കി പ്രവർത്തിച്ച് അയാളെ തക്രീം വന്നത്. നിങ്ങൾ മിഞ്ഞാന്ന് കൊടുത്തയച്ച ബിരിയാണി നല്ല ബിരിയാണി ആയിട്ടുണ്ടായിരുന്നുണ്ടാക്കി അവിടെ നമ്മൾ ചില പൊടിയെ പറ്റി പറയലുള്ളൂ. അതെ അതെ അതെ. ഹിമ്മത്തിഹി, ആ പണിയെടുത്ത ആളെ ഹിമ്മത്തിനെ ഒന്ന് ഉണർത്തലുണ്ട്. ഇന്ന് മോശമാക്കാൻ പാടില്ല. ഇനിയോ വയുക്കബിഹുൽ അംറൽ കബീഹ വയറുദ്ദുഹു, അതെന്തിൻ്റെ ഹസ്നിന്റെ ബാക്കി. കബീഹായ കാര്യമാണെങ്കിൽ അത് മോശമായി പോയി, അങ്ങനെ വരരുത് എന്നെന്താക്കും, അതും പറയും. روى الإمام أحمد عن يحيى بن الجزار قال دخل نفر من أصحاب رسول الله صلى الله عليه وسلم الأصحاب മാരിൽപ്പെട്ട ഒരു സംഘം വന്ന് അല ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, തങ്ങളുടെ ഭാര്യ. ഫഖാലു, അവർ പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഉമ്മു സലമ ബീബി ഉമ്മയല്ലേ, ഹദീസീന അൻ സിദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദിനെ തൊട്ട് ഒരു ഹദീസ് പറഞ്ഞിരുന്നു. ഖാലത്ത്,
ബീബി പറഞ്ഞ് കാന സിർറുഹു വഅലാനിയതഹു സവാഅ, തങ്ങൾക്ക് നിങ്ങളെ പരസ്യമായി കാണുന്ന ഒന്ന് വിട്ടിട്ട് മറ്റൊരു എതിരായ സിർറ് തങ്ങൾക്കില്ല, ഉള്ളും പുറല്ലും ഒരുപോലെ തന്നെ. അതായത് തങ്ങളെ നാഹിരിൽ ഇപ്പൊ സർവാംഗീകൃതമല്ല, അന്നബോധം അംഗീകരിച്ചല്ലേ, അതിനെതിരായ ഒരു സിർറ് തങ്ങൾക്കില്ല. അലസവാദം. അപ്പോ ഇത് പറഞ്ഞു പോയാൽ ഇത് പറയേണ്ടതുണ്ടോന്ന് അത് ഓർക്കാണ്ട് പറഞ്ഞു പോയപ്പോൾ സുമ്മനദിമത്ത്. അപ്പൊ ബീബിക്ക് ഒരു ഖേദം വന്നു, ഇത് പറയാൻ പറ്റുന്നതാണോ അല്ലയോ. കാലത്ത് അവൾ പറഞ്ഞു അഫ്സൈത്തു സിർറ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദിനെ പറ്റി ഞാൻ പരസ്യപ്പെടുത്തി പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തെറ്റോ ശരിയോ എന്ന് ചോദിക്കണ്ടേ. കാലത്ത് ബീബി പറയുന്നു ഫലമ്മാ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ഈ വാർത്ത തങ്ങളോട് പറഞ്ഞു. അസ്ഹാബിമാർ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. നീ നല്ല പണി തന്നെയാണ്, മോശമൊന്നുമില്ല. അപ്പം ബീബി ചെയ്തത് എന്താ, തങ്ങളെ മദ്ഹ പറഞ്ഞു കൊടുത്തത്. അപ്പം ബീബിയുടെ പണിയെന്താക്കി ശരി വെച്ചു. അറബിയുണ്ടല്ലോ, നല്ല പ്രസംഗം പറഞ്ഞ ഹസൻതാന്നൊരുണ്ടെടുക്കുന്നത്. قال في مجمع الزوائد رواه أحمد والطبراني وقال يحيى عن أم سلمة. إذا يحيى بن الجزار അപ്പുറത്തെ അത് ഹദീസിന്റെ സനദ് പറഞ്ഞത് ഇമാം അഹ്മദ് റിപ്പോർട്ട് യഹ്യ ബിൻ ജസാറിൽ. അപ്പൊ ഇവിടെ എന്തായി, മജ്മുഅ് സവാഇദിൽ റവാഹു അഹ്മദ് തബറാനിയും കൂടിയുണ്ട്. എന്നിട്ടോ യഹ്യ എന്താക്കി അൻ ഉമ്മി സലമ. എന്നിട്ടോ വരിജാലുഹുമാ റിജാലു സഹീഹി. അപ്പൊ രണ്ട് തരീഖിലായാലും അതിന്റെ റിപ്പോർട്ട് ചെയ്തവർ സഹീഹിന്റെ റിവായത്ത് തന്നെ. وروى ابن حبان في صحيحه عن طلق بن علي الحنفي. ഹനഫി എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഹനഫി അല്ല, അന്ന് മദ്ഹബ് ഉണ്ടാവില്ല. ചില ജുലൂസാറോട് കിടക്കുന്ന ആദ്യം സഹാബിയാന്ന് പറഞ്ഞു, ഓരോ തരീക്ക് തന്നെ അതേപോലെ ചിഷ്ടിയാണ്. സഹാബിയുടെ കൂട്ടത്തിലുണ്ടോ ചിഷ്ടി? അവിടെ ചിഷ്ടി മോത്തോന്നാൽ മോശമാണെന്നല്ല പറയുന്ന അർത്ഥം. സഹാബിയാന്ന് പറഞ്ഞതിനും തെളിവില്ല, കണക്കൊട്ടിക്കാന്ന് പോലും പറഞ്ഞു. വല്ലാത്ത മാത്തമാറ്റിക്സ് എന്ന് പറയാം. തൽഖ് ബിനു അലിയിൽ ഹനഫി എന്ന നിസ്ബത്തല്ലി ബനി ഹനീഫ. ബനി ഹനീഫ എന്ന അതിലേക്ക് നിസ്ബ ചെയ്തിട്ടുള്ളതാണ് ഹനഫി, മദ്ഹബിന്റെ ഹനഫി എല്ലാം. കാല മൂപ്പത് പറയുന്നത് തൽഖ് ബനൈതുൽ മസ്ജിദ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം പള്ളി പണി ഞാൻ കൂടിയിട്ടുണ്ട്. ഓർമ്മല്ല, നമ്മുടെ നാട്ടിൽ പറഞ്ഞ മണിയാണ്. മണിയാണാണ്ട് ഇസ്മുഖായിൽ, അതായത് മണിയാണി. അങ്ങനെ ഞാൻ കൈക്കൂട്ടെടുത്ത് ബി മിഹലത്തെത്തിയനി. ഇപ്പം സിമെന്റാ ഉപയോഗിക്കുന്നത്. അക്കാലത്ത് കളിമണ്ണ് ഉണ്ടാക്കണോ, കുഴച്ചിട്ട് ചേർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും കോരി ഇങ്ങോട്ടും കോരി ഇങ്ങോട്ടും കോരി അങ്ങോട്ടും കോരില്ലേ, അല്ലെ കുഴക്കലി. അതിന്റെ മുന്നേ കൈക്കോട്ടെടുത്ത് അത് തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മാതിരിയുണ്ട്. ഫഖാല എന്നിട്ട് പറഞ്ഞു ഹനഫിയ വത്തീൻ, ആ കളിമണ്ണും ഹനഫിക്ക് കൊടുത്ത് ഒരു കൈകാട്ട് ചെയ്യട്ടെ. ഓറതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഓരോ പണിയും അതാതിന് ഹരിതർ ഇങ്ങനെ മൈക്ക് സെറ്റ് ആരാ നേരെയാക്കണം. ഞാൻ പറഞ്ഞ് ഓറാക്കട്ടെ, ഓറാന്ന് നെൽറ്റിലേക്കായിട്ടുള്ള കളിയും. അപ്പൊ അതാതിന്റെ ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വിട്ടുകൊടുക്കണം പണി. തീനുമായിട്ട് ഏറ്റവും ലഭത്തുള്ള ആളാരാണ് ഈ തൽക്കം. അതുകൊണ്ട് ആ പണി എന്താ തൽക്കിന് വിട്ടുകൊടുക്കും. ചായ തപ്പടി ആക്കി കൊടുക്കണം, ഉമ്മറാക്കി കൊടുക്കണം. ഓരെന്താ വലിയ സർവീസുള്ള ആളാണ്. ആ ഇങ്ങനെ ഓരോരുത്തർ മാഹിനികളുണ്ടാവും. പട്ടിക്കാട് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് ചെങ്ങായി. അയാൾക്ക് മുള ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് എല്ലാവരും കൂടെ പിടിച്ചാൽ മുള്ള മുള തൊരിട്ട് കൊടി കിട്ടും. നമുക്ക് എണിയ എണീറ്റിനുള്ള സ്റ്റെപ്പ് ഇറങ്ങിയില്ല, നല്ലോണം പിടിച്ചു കൊടുത്താൽ മതി. ഇബ്നു സഅദിൻ, അതേ റിവായത്ത് തന്നെ. ഇതേതാണ് ഇബ്നു ഹിബ്ബാന്റെ റിവായത്താണ് പറഞ്ഞത്. അൻ തൽഖീൻ, ഏതാ തൽഖീൻ?
ഹനഫി. കാല ഖദിംതു അലന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്ക് പോയി. വഹുവ ജബനി മസ്ജിദഹു, തങ്ങൾ പള്ളിയെടുക്കുന്ന സമയമാണ്. വൽ മുസ്ലിമൂന യഅമലു ഫീഹി മഅഹു, മുസ്ലിമീങ്ങൾ പള്ളിപ്പണിയിൽ തങ്ങളോടൊപ്പം ഇങ്ങനെ കൂടിയിട്ടുണ്ട്. വകുന്തു സാഹിബ ഇലാജിൻ വഖൽതീൻ, അതാ നേരത്തെ പറഞ്ഞില്ലേ, അതായത് തൽക്കീന് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ ന്യായീകരണം എന്താണ്? അലുമത്തുക്കം ലിത്തീനി എന്ന് പറഞ്ഞതിൻ്റെ മാനൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ടില്ല. അപ്പൊ ഈ കുഴക്കുന്ന കൂട്ടത്തിൽ എല്ല് മഹിള നാരി തൽക്ക് സാഹിബ ഇലാജി, ഇലാജി എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നല്ല, ഇത് കൈകാര്യം ചെയ്യണ്ടേ. വഖലത്തി തീനി, തീന് കുഴക്കാനും ഒറ്റയ്ക്ക്. അപ്പൊ തീര് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കോട്ടെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലയ്യ, തങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ വളരെ ഉത്സാഹമുണ്ട് പണി കണ്ടീഷൻ. വയഖൂലു ഇന്ന ഹാദൽ ഹനഫി ലസാഹിബു തീനിൻ, നമ്മൾ ഈ ഹനഫിയായ തലക്കുണ്ടല്ലോ തീരിനെ വെച്ച് അളന്നു. സാഹിബു തീൻ അത് തീർന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഇത്ഖാനൽ അമലി വഹിസാനി, ഒരമല് അതിന് പൂർണ്ണ രൂപത്തിൽ ഇത്ഖാനാക്കാൻ, അത് ഇബാദത്തിന്റെ അമല് മാത്രമല്ല, എന്തിനും അത് ഇഹ്സാനാക്കാനും കൽപ്പിക്കുന്നു. فعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال إن الله تعالى يحب إذا عمل أحدكم عملا أن يتقنه. അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അമല് ചെയ്താൽ, ഈ അമലേത് ഇബാദത്തിന്റെ അമലും അതിൽപ്പെട്ട്. ഒരു ഒളു ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഇഹ്സാൻ, അത് മുമ്പ് ജാമിഉൽ ഉലൂമി വൽ ഹിക്മ ഞാൻ മോദിച്ചിട്ടുണ്ടായിരുന്നു. ഇബാദത്ത് പ്രത്യേകിച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു. അപ്പൊ എണ്ണം കൂട്ടലല്ല വർത്തനം, അത് ഇത്തക്കാനാക്കില്ല. ഒരു ഓതും ഇത്തക്കാനായിട്ട് ഓതുക, ഒരു മൗലൂദ് ഓതുന്നു, അതിന് ഇത്തക്കാൻ പോലെ കണ്ട പോലെ വായിച്ചാൽ ഇത്തക്കാനാവില്ല. കണ്ട പോലെ വായിച്ചാൽ വാഫില്ലനാമി എന്ന പുസ്തകത്തിന്റെ പ്രിന്റിലുണ്ട്. വാക്കി എന്ന് പറഞ്ഞാൽ കാക്കുന്ന ആളെന്ന വക്കായത്തിന്റെ ഇസ്മഫായിലാണ് വാക്കി. അവിടെ എന്താക്കി വാഫി എന്നുള്ളത് പൂർത്തിയാക്കിയിട്ട് കൊടുക്കും. ജനങ്ങൾക്ക് എന്തെല്ലാം ബലാ മുസീബത്തുണ്ട് അതെല്ലാം പൂർത്തിയാക്കിയിട്ട് കൊടുക്കുന്ന ആളാന്ന് അതിന് അർത്ഥം കിട്ടും. വഫായ അഫീന്റെ ഇസ്മഫായി. എന്നാ പഴുതാങ്ങി ഞാൻ അന്ന് നിങ്ങളെ കണ്ടുപെടുപോലെ പഴവാന്നല്ലപ്പ, അതേ പഴുവേണ്ട പഴവന്നല്ലേ. അത് ഞാൻ പറഞ്ഞേ സുബ്ഹാന മൗലിദിന്റെ ബൈത്ത് ശരിയാക്കി, അത് ഇബാറത്ത് ശരിയാക്കാൻ കഴിയും, പക്ഷേ കുറച്ച് പണിയുണ്ട്. ബൈത്ത് ശരിയാക്കാൻ ബൈത്ത് മാത്രം നമുക്ക് ചെല്ലാനോ ബുറുദയെല്ലാം പോലെ. എല്ലാം ബുറുദെല്ലാം ചെല്ലും പോലെ ബൈത്ത് മാത്രം ചെല്ലാലും മൗലിദാവുമല്ലോ. وروى البيهقي عن كليب بن شهاب أن النبي صلى الله عليه وسلم قال إن الله تعالى يحب من العامل إذا عمل أن يحسن. ഒരു ആമില് അമൽ ചെയ്യുന്ന അവസരത്തിൽ അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടമാണ് ഇത് അൻയുഹസിന, അതിനെല്ലാം ഇഹ്സാനാക്കിയിട്ട് നല്ല രുചികരമായ പൊറോട്ട, നല്ല രുചികരമായ മിഠായി ഷമ്മാസിനും പറ്റും, എല്ലാം തന്നെ നല്ല ഇഹ്സാനാക്കിയിട്ട് കൊടുക്കണം. അത് അള്ളാഹു തആല ആ ഇഷ്ടം കരുതിയിട്ട് കഴിഞ്ഞാൽ നിയ്യത്തോണ്ട് അത് എന്തായി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്സീറാണെന്നല്ല പറഞ്ഞത്. ഇക്സീറിന്റെ രൂപം എന്താണ്? സ്വർണമല്ലാത്ത മറ്റു ലോഹങ്ങളിൽ ഇട്ട് വെച്ചാൽ അത് സ്വർണമായി മാറും എന്നാണ് അതിനെപ്പറ്റി കിസ്സ പറയുന്നത്. അങ്ങനത്തെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം. അതുകൊണ്ട് കിട്ടലെന്ന് വെച്ചിട്ട് പറഞ്ഞല്ലേ ഇക്സീറിന്റെ സ്വഭാവമാണ് പറഞ്ഞത്. ചിലത് ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും. ഇതില് മന്തിക്കിപ്പല്ല അങ്കോവ് എന്നുകൊണ്ട് സാധനം പറഞ്ഞില്ലേ, ആന റാഞ്ചി പച്ചീനാഞ്ഞ് വരിക. പച്ച ഉണ്ടാക്കുമ്പോലോ ആനന്റെ പുറത്ത് കയറിയിട്ട് ഒരു 8 റാഞ്ചല് പോലും ആ സാധനത്തെ പുറത്ത് കയറി അഞ്ചാം കീഴിച്ചു എന്ന് പറഞ്ഞിട്ട് റാഞ്ചപ്പെടുന്ന മുറാഞ്ചായ സാധനം ഉണ്ടല്ലോ, റാഞ്ചപ്പെടുന്നേ അതിന്റെ പുറത്ത് കയറിയിരുന്നാൽ പിന്നെ റാഞ്ചൽ എങ്ങനെയാണ്? സൈക്കിൾ കയറിയിരിക്കുക, എന്നിട്ട് സൈക്കിളിന്റെ ഹാൻഡ് ബാഗ് കൊണ്ട് വണ്ടി പോകുമോ? അപ്പൊ ആ കറിയിലെ തന്നെ ഈ അങ്കാറുന്ന സാധനം ഇല്ലെന്ന്. ആനയുടെ പൊക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുറന്നു പോകുന്നുണ്ടാവും, ആളെല്ലാം ഇങ്ങനെ നോക്കും. അങ്ങനെ ഇതെന്തായി? ആന റാഞ്ചിപ്പച്ചീൻ.
അപ്പൊ ഇല്ലാത്ത സാധനത്തിന് കുല്ലിയ ഉണ്ടാവുന്ന മതിക്ക് ചർച്ച ഉണ്ട്. അത് കുല്ലിയ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അവിടെ ഓട്ടയില്ല. അത് ജിൻസിനോ നോഹനൊക്കെ പറയാൻ പറ്റുമെങ്കിൽ സംഗതി തിരിഞ്ഞാണ്. അപ്പൊ ഈ അമല് ആമെന്ന് ഇബാദത്തിന്റെ അമല് മാത്രമല്ല, ബിരിയാണിക്കും പറ്റും, പൊറോട്ടക്കും പറ്റും, ചായക്കും പറ്റും, കാപ്പിക്കും പറ്റും, എന്തും. അതെ അതെ, അതിന്റെ അഹമത്തന്നെ എടുക്കണം. അവിടെ തെരീക്കത്തിലായിരുന്നാണോ ഇത്? നമുക്ക് തിന്നല്ല, അത് നമ്മളെ ഒമാനിൽ പണ്ടെടുക്കുന്ന ചങ്ങായിനോട് ചോദിച്ചത്. അല്ല ഇത്ര നല്ല അലുവ അയാൾ പറഞ്ഞ് ഞാൻ 7 കൊല്ലം പഴെടുത്താണത്, എനിക്ക് ആക്കാൻ നല്ലോണം അറിയാം. നമ്മളെ ഫേസ് നാട്ടിപ്പറ്റേക്കൂടെ ഉസ്താദ് ചുരുങ്ങിയത് കിലോന് 2000 റുപ്യ കിട്ടണം. ആരാ എന്നോട് വാങ്ങുക? കോഴിക്കോടൻ അലുവ 200-300 കിട്ടുമ്പോൾ എൻ്റെ അലുവക്ക് 2000 ആരും തരും? അതുകൊണ്ട് സ്വന്തം തിന്നാൻ, മക്കൾക്ക് തിന്നാൻ വേണ്ടി 1-2 ഉണ്ടാക്കാം. മുശാവറത്തുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അസ്ഹാബി, അസ്ഹാബിമാരോട് തങ്ങൾ മുശാവറ ചെയ്തു. അതിന്റെ കാര്യം എല്ലാം കൊണ്ട് പറയുന്നത്. ഖാലല്ലാഹു തആല, ഇതിന് മൂപ്പർ പറയുന്നത് എന്താണ്? മുശാവറക്ക് ശേഷമാണ് ഇസ്തിഖാറത്ത് കൊണ്ടുവന്ന മൂപ്പർ ആദ്യമാക്കുന്നത്. പണ്ടേ കിതാബിൽ എന്താ പറയുന്നറിയോ? ആദ്യം ഇസ്തിഖാറത്ത് ചെയ്തിട്ടാണ് വെച്ചാല് അതിന്റെ ഉത്തരം അല്ലാഹ് വന്നിട്ട് പറയില്ലല്ലോ. അതെന്താക്കും? മുശാവറയിൽ കൂടി പ്രകടമാകുമെന്നാണ് സാധാരണ ഒരു ന്യായീകരണം പറയും. എന്താ നോക്കാം? ഖാലല്ലാഹു തആല വശാവിർഹും ഫിൽ അംരി, അസ്ഹാബികളോട് കാര്യങ്ങളിൽ മുശാവറ ചെയ്യണം എന്ന് പറഞ്ഞു. ഫഇദാ അസംത, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിനെ തവക്കുലാക്കിക്കോ. അള്ളാഹ് പൂർത്തിയാക്കി തരുത്താണ്, നമ്മളെ കൈകൊണ്ട് നടത്താൻ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ അസമിന് മുമ്പാണ് ഇത് മുശാവറ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരെ അല്ലാഹു തആല മഹബ്ബത്ത് വെക്കും എന്നിവിടെ പറഞ്ഞു. ഫഖദ് അമറല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ഇവിടെ കൽപ്പിച്ചിട്ടുണ്ട് ബിൽ മുശാവറ, മുശാവറയിൽ കണ്ട്. എന്തിന്? ഫിൽ അംരില്ലദീ യഹ്താജു ബഅദു ഇലൽ മുശാവറ, മുശാവറയിലേക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളിൽ. അല്ലാണ്ട് എപ്പോൾ ഓരോന്നിനും ചോറ് കഴിക്കണോ മുശാവറ, ചായ കുടിക്കണോ മുശാവറ എന്നാൽ എനിക്കൊന്നും തകുതിയില്ല. അപ്പൊ ഫൈദാ അസമ ഖൽബുഹു അലൽ ഫിഇലി, അതിൻ്റെ അർത്ഥം ഫൈദാ അസംത, ഒരു പ്രവർത്തനത്തിന്റെ മേൽ കൽബ് ഉറച്ച് വാല ഇൻദാഇഹി, അതിന്റെ നടപ്പിൽ വരുത്തണമെന്നും ബഅദൽ മുശാവറക്ക് ശേഷം. ആ മുശാവറക്ക് ശേഷമാണ് ഏത് അസ്മെന്ന് എന്തുകൊണ്ട് ഫഇദാ അസംതന്റെ പാഗ് നോക്കൂ. ആ പാഗ് അതിന്റെ താക്കീബാണ്. അതാണ് കമാ തദുല്ലു അലൈഹിൽ ഫാഉ ദാല്ലത്തു അല തർതീബ്, തർതീബിന്റെ മേൽ അറിയിക്കുന്ന കലിമത്താണ് ഇത് ഫാഗ്. അപ്പം ജാഅ സയ്യിദുൻ, ഇവിടെ ചെയ്തു വന്നു. അതിനർത്ഥം എന്താ? അമ്ര വന്നു. അപ്പം ആദ്യം ചെയ്താ വന്നത്, അപ്പൊ തർത്തീബ് ഉണ്ടാവും. തഫ്നീനും ഉപയോഗിക്കും. അതായത് ആദ്യം ഒരു സംഗതി പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ജുസിയ്യാത്തുണ്ട്. അത് പ്രാവർത്തികമാക്കട്ടെ. ഫൽ യതവക്കൽ അലല്ലാഹ്, അള്ളാഹിന്റെ മേലിൽ തവക്കുലാക്കുന്ന രീതിയിൽ ആക്കിക്കൊണ്ട് അത് നടപ്പിൽ വരുത്തട്ടെ എന്ന്. വഇന്നമാ അമറല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല കൽപ്പിച്ചു എന്തുണ്ട്? അൻ യുശാവിറ അസ്ഹാബഹു, അസ്ഹാബിമാരോട് മുശാവറ ചെയ്യാൻ. അങ്ങനത്തെ അസ്ഹാബിമാർ അഹ്ലർ റഅയി വത്തദ്ബീർ ഫിൽ ഉമൂർ അല്ലതി തതതല്ലബു ദാലിക, അത് തേടപ്പെടുന്ന വിഷയത്തിൽ നല്ല അഭിപ്രായങ്ങളും അതിൻ്റെ തദ്ബീറൊക്കെ ഉള്ള ആളുകളോട്, എല്ലാവരോടും കണ്ടാൽ അത് ചില യോഗ്യതയുണ്ട്. അക്കലഹും, എന്നാൽ അസ്ഹാബിമാരെ അക്കലും തങ്ങളെ അക്കലും പരിശോധിച്ചാൽ ആയിരിക്കാം മുൻഗണന. അപ്പൊ അക്കലത്തിൽ അറിയാനും മറ്റൊരു അക്കൽ അംഗീകരിക്കണം എന്നാ പറഞ്ഞത്. ബിൻ നിസ്ബത്തിലെ അക്കലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അക്കലിലേക്ക് ചേർത്താലി അസ്ഹാബിമാരെ അക്കല്, അസ്ഹാബർ മോശക്കാരനല്ല, തങ്ങളിലേക്ക് ചേർത്തിട്ടെന്നാ പറഞ്ഞു വരുന്നത്. കസുഹ, സുഹ എന്ന് പറഞ്ഞാൽ ഒരു മങ്ങുന്ന നക്ഷത്രത്തിനാ പറയാ. ബിൻ നിസ്ബത്തി ഇലാ ശംസിൽ ദുഹ, ഇപ്പോഴുള്ള സൂര്യനില്ലേ, ഈ സൂര്യനിലേക്ക് ചേർത്ത സുഹ എന്ന് പറഞ്ഞ നക്ഷത്രം പോലെയായിരിക്കും അക്കലിന്റെ ഹുക്കുമ്.
അത് തങ്ങളുടെ റഅയാണെങ്കിൽ ഫൗക്കൽ ആറാഇ കുല്ലിഹ, എല്ലാ അഭിപ്രായങ്ങളെയും മറികടക്കുന്നതാണ് തങ്ങൾ. അതെന്തിനാണ് കൽപ്പിച്ചത്? ഹിക്കമിൻ, അത് പല ഹിക്മത്തും ഉണ്ട്. അവലൻ, ഒന്ന് തത്യീബു നുഫൂസിഹിം, അസ്ഹാബിമാരുടെ നഫ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മളോട് തങ്ങളെ മുസാവല ചെയ്തില്ലേ, തന്നിഷ്ടത്തിനാക്കിയില്ലല്ലോ. തങ്ങൾ തന്നാന്റെ കൽപ്പന പോലെ. അപ്പോൾ അസ്ഹാബിമാരെന്താക്കി ആ കാര്യത്തിൽ പ്രവേശിച്ചു, അതിൽ പ്രവർത്തികമാക്കി. ഹർബി, യുദ്ധം പോലെ. വംസാലിഹ യകൂനു ദാലിക അൻ തീബി നുഫൂസിഹിം വഖ്തിയാരിഹിം, അസ്ഹാബിമാരുടെ നല്ല തീബുൻ നഫ്സും ഉണ്ടാകും, അസ്ഹാബിമാരുടെ ഇഖ്തിയാറും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് അടിച്ചേൽപ്പിച്ചതുപോലെ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ കഴിയും. എന്താ ചെയ്യുന്നത്? അപ്പം അതിന് നമുക്കൊരു പങ്കുമില്ല. وذلك كما قال قتادة رضي الله عنه പറഞ്ഞു أمر الله تعالى نبيه صلى الله عليه وسلم أن يشاور أصحابه, അസ്ഹാബിമാരോട് മുശാവറ ചെയ്യണമെന്ന് അല്ലാഹു തആല കൽപ്പന കൊടുത്തു. വഹുവ യഅ്തീഹി വഹിസ്സമായി, ആകാശത്തിലുള്ള വഹി തങ്ങൾക്ക് വരുന്നില്ലേ, അതുണ്ടായപ്പോൾ നമുക്ക് തന്നെ മുശാവറ. അതിൽ അന്നഹു അത്യബു ലി അൻഫുസിൽ ഖൗം എന്ന ഖതാദ തങ്ങൾ പറഞ്ഞു. അൽക്കോമാരാന്ന സഹാബിമാരുടെ നഫ്സുകൾക്ക് നല്ല തീവ് നൽകുന്നതിന് വേണ്ടിയാണ്, നല്ലാണ്ട് വഹിയ അറിയിച്ചിട്ടും അറിഞ്ഞിട്ടില്ല എന്നൊന്നും അല്ലല്ലോ പറഞ്ഞ. സാനിയൻ, രണ്ടാമത്തെ ഹിക്മത്ത് അൽ ഇസ്തിദ്ഹാറു ബിറഅയിഹിം, ഈ വിഷയത്തിൽ അവരവർക്ക് എന്ത് റഅയുണ്ട് എന്ന് തുറന്നു പറയാലോ. അതിനർത്ഥം ബിമാന അന്ന റഅയഹുൽ മുവാഫിഖ ലി റഅയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ റഅയിനോട് അവരുടെ റഅയ് ഒത്തു വന്നാൽ യസ്ദാദു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുവ്വത്തൻ, നല്ല ഖുവ്വത്ത് കിട്ടിയില്ലേ. തങ്ങളുടെ റഅയും അസ്ഹാബിമാരുടെ റഅയും കൂടി ഒത്തു വന്നാൽ ഡബിൾ പവറായില്ലേ. കമാ റവൽ ഇമാമു അഹ്മദു അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഗൻമിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബീ ബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് എന്താ പറഞ്ഞത്? ലവിജ്തമഅതുമാ ഫീ മശ്വറത്തിൻ, ഒരു മശ്വറയിൽ നിങ്ങൾ രണ്ടാളും കൂടെ ഒത്തിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മാ ഖാലഫ്തുകുമാ, ഞാൻ അതിനെതിരെ നിൽക്കൂല. തങ്ങൾ അതിനോട് സഹകരിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് അത്രമാത്രം അതിൽ അതോറിറ്റി ഉണ്ട്. സാലിസൻ, മൂന്നാമത്തെ ഹിക്മത്ത് എന്താ? അയ്യകൂന ദാലിക സുന്നത്തൻ ബഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ശേഷം ഉമ്മത്തിൽ അത് സുന്നത്തായി മാറണം. തങ്ങൾക്കല്ലേ വഹിയിൽ കൂടി കിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് കിട്ടൂലല്ലോ. فقد أخرج البيهقي عن الحسن رضي الله عنه أنه قال في هذه الآية وشاورهم في الأمر والرأي قد علم الله تعالى قد علم الله تعالى ما برسول الله صلى الله عليه وسلم إليهم. അസ്ഹാബിമാരിലേക്ക് തങ്ങൾക്കൊരു ഹാജത്തുമില്ല. കാരണം അസ്ഹാബിമാരെല്ലാത്തിനൊക്കെ മറികടക്കുന്ന ബുദ്ധിയാണ്. അല്ലാഹു തആല വേണ്ട നിർദ്ദേശം കൊടുക്കും. പിന്നെ അതിന് അസ്ഹാബിമാർ അത് വലാകിൻ അറാദ അൻ യസ്തന്ന ബിഹി മൻ ബഅദഹു, തങ്ങൾക്ക് ശേഷമുള്ള ഉമ്മത്തുണ്ടല്ലോ അത് സുന്നത്താക്കിയിട്ട് കൊണ്ടുവരണം. വറബിന് അദിയൻമൽ വഹി, അപ്പം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദിൻ്റെ ഓപ്പോസിറ്റുള്ള സുന്നത്തല്ല, ഇസ്ലാമിലുള്ള ഒരു നിയമം. ആ മാനാക്കളുടെ സുന്നത്ത് എന്താക്കും? ഫർദിനെയും സുന്നത്തിനെയും ഷാമിലാക്കും. സുന്നത്തിൽ നിന്ന് 4-5 പ്രയോഗങ്ങൾ പണ്ടേ ഞാൻ പറഞ്ഞില്ലേ. ഫർദിൻ്റെ മുക്കാബിലയിൽ പറയും, കിതാബിൻ്റെ മുക്കാബിലയിൽ പറയും, ബിദ്അത്തിൻ്റെ മുക്കാബിലയിൽ പറയും. അങ്ങനെ പല ഇനങ്ങളുണ്ട്. സുന്നത്തും ബിദ്അത്തും, കിതാബും സുന്നത്തും, ഫർദും സുന്നത്തും, മൂന്നാണ്. അത് എൻ്റെ ഒരു കുറിപ്പ് വായിച്ചിട്ടുള്ള മുജ്തഹിദാകും. ഇതെല്ലാം വെച്ച് ഞാൻ പറഞ്ഞ് ഇമാഫിയ മുജ്തഹിദാകണം. മുത്തലക്ക മുജ്തഹിദ് ഷാഫി ഇമാമാണ്. ഇമാഫിയ മുജ്തഹിദാകണം. നിങ്ങളെ അതിനെ മണ്ടനാകാൻ പറ്റൂല. وروى ابن عدي والبيهقي في الشعب بسند حسن عن ابن عباس رضي الله عنهما قال
ലമ്മാ നസലത്ത് വശാവിർഹും ഫിൽ അംരി എന്ന ആയത്തിറങ്ങിയപ്പോൾ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നല്ലാഹ വറസൂലഹു ലഗനിയ്യാനി അൻഹാ. ആദ്യമായി പറയുന്നത് അല്ലാഹുക്കും നിങ്ങളെ മുശാവറ ആവശ്യമില്ല, റസൂലുള്ളാഹിക്കും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കോന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. എന്നാലും വലാകിൻ ജഅലഹല്ലാഹു തആല റഹ്മത്തുൽ ലിഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അതൊരു റഹ്മത്താക്കി അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇനയില്ലായിട്ടല്ല. ഫമൻ ഇസ്തശാറ മിൻഹും, ആ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും മുശാവറ നടത്തിയാൽ ലം യഅദം റുസ്ദ, റുസ്ദ് ഇല്ലാണ്ടാവൂല, റുസ്ദ് നഷ്ടപ്പെടൂല, റുസ്ദ് കിട്ടും. വമൻ തറക്കഹ, ആ മുശാവറ ആരെങ്കിലും ഒഴിവാക്കിയിട്ട് തന്നിഷ്ടം കാട്ടി നോക്കാം, എന്നാൽ ലം യഅദം ഗയ്യൻ, ഒരു വഴികേടും ഇല്ലാണ്ടാക്കൂല, എല്ലാ വഴികേടും അതിനോട് തന്നിഷ്ടത്തിലുണ്ട് എന്നാണ്. ഇത് ഏകാധിപത്യാകലില്ലേന്ന്. ഞാൻ വലിയ ആളല്ല, ഞാനെന്തിനു ഇവരോട് ചോദിക്കുന്നു, എല്ലാം തന്നെ ഇഷ്ടം. റാബിഅൻ, നാലാമത്തെ ഹിക്മത്ത് അന്ന ഫിൽ മുശാവറത്തി, മുശാവറയിലുണ്ട് തഖ്ദീറൽ മുസ്തശാർ. മുസ്തശാർ ആരാണ്? ഈ ചെയ്യുന്നക്ക് മുസ്തശീർ. ആരോടാണോ പറയുന്നത് അത് മുസ്തശാർ. ആ മുസ്തശാറിനെ അവർ ബഹുമാനിക്കലുണ്ട്. നമുക്കൊരു അഭിപ്രായമുണ്ട്, ഇബ്രാഹിം അജിക്കാരോട് ചോദിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം അജിക്കാർക്ക് വലിയൊരു പദവി കൊടുത്തിവിടെ. വഅതിബാറൻ ലിമൻസിലത്തിഹി, അദ്ദേഹത്തിന്റെ മൻസിലയെ കണക്കിലെടുക്കലുണ്ട്. വഇതാഉഹു ഹുജ്ജിയത്തൻ റഅയി വന്നദരി, ചിന്തയുടെയും നെതിരിന്റെയും ഒരു ഹുജ്ജിയത്ത് എന്താക്കി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് തുറന്നു പറയാം. വബിഹാ, ഇതുകൊണ്ടാണ് യുഷ്ഹറുൽ മുസ്തശാറു, മുസ്തശാർ എന്താക്കുന്നറിയോ പരസ്യപ്പെടും. അന്നലോ എത്തിബാറും വശകനൻ, അയാൾക്ക് നല്ലൊരു പരിഗണനയും ഒരു വലിയ പദവിയും ഉണ്ടെന്ന് എന്താക്കും ആണല്ലോ അടയാളി സുഹൃത്തം. എന്തിന് ഓരോടാ ചോദിക്കലും. വഅന്ന അലൈഹി മസ്ഊലിയത്തൻ, അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് തോന്നുന്നൊന്നും പറയാൻ പാടില്ല, വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ. യംബഗി അൻ യുഅദ്ദിഹ ഹഖഹ, ആ മസ്ഊലിയത്ത് എന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തിന്റെ ഹക്ക് വീട്ടിക്കൊണ്ടടക്കണം അദ്ദേഹം പറയണം. നാസിഹൻ സാദിഖൻ, അയാൾക്ക് സിദ്ഖും വേണം നുസ്ഹും വേണം. എന്നാൽ ബിഖിലാഫിൽ ഇസ്തിബ്ദാദി ഫി റഅയി ഫി മവാദിഇൽ ഇസ്തിശാറ, മുശാവറ ചെയ്യേണ്ടുന്ന സ്ഥാനങ്ങളിൽ സ്വന്തം അഭിപ്രായം കൊണ്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞാൽ അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഫഇന്നഹു യജ്അലുൽ മൗജൂദീന മിൻ നുഖലാഇ റിജാലി, അപ്പം റിജാലിന്റെ കൂട്ടത്തിൽ വലിയ ബുദ്ധിജീവികൾ എന്താക്കി ഗവൺമെന്റാക്കി കൽ മഖ്ബൂദീൻ, അവരൊന്നും ഇല്ലാത്ത മാതിരി കളഞ്ഞു. ഇതിണ്ടാ വയജ്അലുൽ മുഖ്താരീന കൽ മുക്റഹീന, മുഖ്താരീങ്ങളായി കഴിഞ്ഞു കൂടുന്ന ആളാ ഇവന്റെ തീരുമാനിച്ച തീരുമാനത്തിന് മുക്റഹീങ്ങളായി മാറുന്നുണ്ട്. നല്ല ഇബ്രാഹിം പറഞ്ഞു. ولذلك كان صلى الله عليه وسلم يكثر أن يشاور أصحابه, അസ്ഹാബിമാരോട് മുശാവറ ചെയ്യും ധാരാളമുണ്ട്. فقد روى الشافعي عن أبي هريرة رضي الله عنه قال ما رأيت أحدا أكثر مشاورة لأصحابه من النبي صلى الله عليه وسلم. അബൂ ഹുറൈറ അസ്ഹാബിമാരോട് കൂടുതൽ മുശാവറ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ആരേക്കാൾ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ വേറെ ആരെയും കാണില്ല. ഖാമിസൻ, അഞ്ചാമത്തെ ഹിക്മത്ത് അന്ന ഫിൽ മുശാവറത്തി ഇസ്തിറാദൽ ആറാഇ, അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കൽ. നിങ്ങൾക്കെന്ത് പറയാനുണ്ട്, നിങ്ങൾക്കെന്ത് പറയാനുണ്ട്, ഓരോരുത്തർക്കും വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും ആ വിഷയത്തിൽ. എന്നിട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ബുദ്ധി എന്താക്കും ഒരു കടയിലുണ്ട്. ഈ വിഷയത്തിൽ നല്ല അഭിപ്രായം പറയാൻ വേണ്ടി എന്താക്കണം, ബുദ്ധിയും തെളിയിച്ചു വെച്ചിട്ട് അതിന് മൂർച്ച കൂട്ടും. ഈ കാര്യങ്ങളെ കൊണ്ട് എന്താക്കും യുറഫു മഖാദീറുൽ റിജാൽ, ഓരോരുത്തരുടെയും ഖദർ മനസ്സിലാക്കാൻ കഴിയും. വഖുബറത്തുഹും ഫിൽ ഉമൂർ, ആ വിഷയത്തിൽ അവർക്കുള്ള പരിചയം, അവർക്കുള്ള പ്രാവീണ്യം തെളിയും. വമുദാ തജാരിബിഹിം ഫീഹ, അതിൽ എത്രത്തോളം അവർക്ക് പ്രാക്ടീസ് ഉണ്ട് എന്നുള്ളതും തെളിയും. കണ്ടാ. ഇനി ഹസ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിശാറ, അതിനെന്താക്കി മുശാവറ ചെയ്യുന്ന വിഷയത്തിൽ തങ്ങൾ പ്രേരിപ്പിച്ചെന്ന് അടുത്ത വാക്ക്.
كان صلى الله عليه وسلم يحث الاستشارة ويرغب فيها. ഇസ്തിശാറ ചെയ്യാൻ വേണ്ടി എന്താക്കും? തങ്ങൾ പ്രേരിപ്പിക്കും, അതിൽ ആഗ്രഹിപ്പിക്കും. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم പറഞ്ഞ് المستشير معان. മുസ്തശീറാലെ ചെയ്യുന്ന കീൽ വ്യക്തി അയാൾക്ക് അള്ളാഹുവിനെ വെക്കുന്ന സഹായം കിട്ടപ്പെടുന്ന ആളാണ്. കാരണം ഇയാളുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ ഈ ഭാരതം അള്ളാഹിൻ്റെ പിന്തുണ ഉണ്ടാവില്ല. അപ്പം മറ്റൊരാളുടെ അഭിപ്രായത്തിലെ സഹകരണം കൂടെ കിട്ടിയില്ലേ. വൽ മുസ്തശാറോ അത് മൂത്തവന്, അയാൾ വിശ്വസിക്കപ്പെടേണ്ട ആളെന്ന് വെച്ചാൽ അയാൾക്ക് വിശ്വാസന വഞ്ചന ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ. അതുകൊണ്ട് അഹദുക്കും നിങ്ങളിൽപ്പെട്ട ഒരാളോട് മുശാവറ ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ മുസ്തശാറായി നിന്റെ സ്വന്തം തടിക്ക് വേണ്ടി എന്താ ചെയ്യല്, അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു കൊടുക്കണം. സ്വന്തം തടിക്കെടുക്കുന്ന ഒരു അഭിപ്രായം ഉണ്ടാകുമല്ലോ. അതായത് ആ ചോദിച്ചാണ് നിന്നെ അല്ലെങ്കിൽ നുസൈലാണ്ട് ഓനെ ചതിപ്പെടുത്തലാവുന്നത് സംഗതി ഇതിനല്ലേ. അതാ വൽ മശ്വറത്തു, ഈ മശ്വറ എന്ന് പറഞ്ഞാൽ എന്താ? കമാക്കാലൻ ഉലമാക്കൾ പറഞ്ഞിട്ട് വ്യാഖ്യാനം ഒരഭിപ്രായത്തിൻ്റെ മധുരമുള്ളത് അതിൻ്റെ ഖാലിസും പുറത്തെടുക്കലിനാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാല് മശ്വറ. സദറുകളുടെ മറക്കുള്ളിൽ നിന്ന് അതിൻ്റെ അഭിപ്രായത്തിൻ്റെ ആ മാതൃ കാതലായ വശമുണ്ടല്ലോ അതിന് മതിർക്കുന്നത്. ഏതുപോലെ കമാ യശൂറുള്ള അസല ജാനി, ഇത് ഈ തേനെടുക്കുന്ന ആളുണ്ടല്ലോ ജാനി, ജന എന്ന് പറഞ്ഞാൽ തേൻ പറിച്ചെടുക്കുന്ന അയാളെന്താക്കും? തേനിനെ പുറത്തെടുക്കുന്നത് പോലെ അതിൽ നിന്നാണ് എന്താക്കിയത് മശ്വറ എന്നല്ലേ കലിമത്ത് തന്നെ വന്നത്. وفي بعض الآثار نكحوا عقولكم بالمذاكرة واستعينوا على أموركم بالمشاورة. നിങ്ങളുടെ ബുദ്ധി എന്താക്കണം? നിങ്ങൾ പാറ്റിപ്പറക്കി ക്ലിയറാക്കണം മുദാക്കറ കൊണ്ട്. മുദാക്കറ വെച്ചാൽ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വസ്തഈനു അലാ ഉമൂരിക്കും, നിങ്ങളെ കാര്യങ്ങളുടെ മേലിൽ ഇസ്തിആനത്ത് തേടണം ബിൽ മുശാവറ ചെയ്തുകൊണ്ട് എന്നുണ്ട്. വഖദ് ബയ്യനൽ ഉലമാഉ റളിയല്ലാഹു അൻഹും അന്നൽ മുസ്തശാറ, മുശാവറ ചെയ്യപ്പെടുന്ന വ്യക്തി യജിബു അൻ യകൂന, അയാൾക്കുള്ള കുറേ നിബന്ധനയുണ്ട്. എന്താണ്? അമീനൻ, അയാൾ അമീനാവണം. മുഹത്തറമൻ, ഒരു ആദരിക്കപ്പെടുന്ന ഇഹ്തിറാമുള്ള ആളായിരിക്കണം. നാസിഹായിരിക്കണം. സാബിത്തൽ ജഅ്സി എന്ന് പറഞ്ഞാൽ ജയ്സൻ്റെ അയാൾ ഉള്ളിൽ എന്തോ ഒന്ന് വെച്ചിട്ട് ഇവനെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ പറയാം, അത് ശരിക്കാനാണ്. ഗൈറ മുഅജബിൻ ബിനഫ്സിഹി, നഫ്സ് കൊണ്ട് ഉജ്ബ് കാട്ടാത്ത ആളായിരിക്കണം. ഉജ്ബ് കാട്ടിയാൽ അല്ലാഹുവിന്റെ മഅൂനത്ത് അയാളിൽ പിൻവലിക്കപ്പെടും. വല മുതലബ്ബിൻ ഫീ റഅയി, അഭിപ്രായത്തിൽ മാറ്റി മാറ്റി പറയുന്ന ആളാകാൻ പാടില്ല. ഒരിക്കലെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ പോകുന്ന അത് വേണ്ട ഇല്ലേ, മൂന്നാമതെന്ന് പറഞ്ഞാൽ അതല്ല ഇല്ലേ. അപ്പൊ ഈ ചോദിക്കുന്നവൻ എന്താ എടുക്കേണ്ടത്? വല കാദിബിൻ ഫീ മഖാലിഹി, പറച്ചലിൽ കളവ് പറയുന്ന ആളാകാൻ പാടില്ല. അത് മനസ്സിലാകുന്നുണ്ടാവുമോ? മാത്രമല്ല വല മുഹിബ്ബൻ, മുഹിബ്ബ് എന്ന് വെച്ചാലോ മുതഗാലിയൻ ഫീ മഹബ്ബത്തിൽ അംറിൽ മുസ്തശാരി ഫീഹി, ഏത് വിഷയത്തിലാണോ മുശാവറ ചെയ്യുന്ന ആ വിഷയത്തിൽ മഹബത്ത് വെച്ചിട്ട് പൂണ്ട് പിടിച്ചാലാകുമ്പോൾ അയാൾ അനുഭവിച്ചിട്ടേ പറഞ്ഞു തരും. പെണ്ണ് കെട്ടുന്ന വിഷയത്തിൽ പെണ്ണ് കെട്ടന് പൂണ്ട് പിടിച്ചിട്ട് അതിന്റെ വീരനായ പെണ്ണ് കെട്ടണമെന്നേ പറയുള്ളൂ. ഡോക്ടറുടെ അഭിപ്രായം വെച്ചാൽ നിങ്ങളെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കണമെന്നുള്ള തീരുമാനക്കാരനാണ് നോമ്പ് മുറിച്ചേ അടങ്ങും ഡോക്ടർ. അതായത് നിങ്ങൾ മുശാവറ ചെയ്യുന്ന കാര്യത്തിൽ ഓനാൻ വിലയനായ ആളായാൽ അതിനെപ്പിച്ചിട്ട് അഭിപ്രായം പറയുള്ളൂ. ഓപ്പറേഷൻ്റെ കത്തിയാളുണ്ടെങ്കിൽ എന്തിനു പോയാലും ഓപ്പറേഷൻ ആയിരിക്കും, എന്ത് വിഷയത്തിന് പോയാലും ഓപ്പറേഷൻ. അതിൻ്റെ പ്രൊഫഷനാണ്. പിന്നെ ഞാൻ കത്തി വാങ്ങിയിട്ടില്ല. അവൻ സ്നേഹിക്കുന്ന കാര്യത്തിന്റെ അതിനോട് കൂടെന്തായി ഇവനെ കീഴടക്കി കളഞ്ഞിട്ടുണ്ട്, അത് പറ്റൂല. വല മുതജദ്ദിദൻ അനിദ്ദുന്യ, ദുന്യാവിനെ തൊട്ട് പറ്റ തജറുദ് അയാളെ പറ്റൂല. ഒന്നും എടുക്കണ്ടാണ്, നീ ഉണ്ടാക്കി കഴിഞ്ഞോളൂ, നീ തജരീതി കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ അതും പറ്റൂലല്ലോ. പണിക്കൊന്നും കൊണ്ട് പൂട്ടിയാടെ പൂട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല, ഇഫ്രാത്തും പറ്റൂല, തഫ്രീത്തും പറ്റൂല.
ഫഇന്നഹു ലാ യുസ്തശാറു ഫീ അംരി ദുനിയാ. അവരോട് ദുന്യാവിൻ്റെ കാര്യത്തിൽ മുശാവറ ചെയ്താൽ ഓനിക്ക് ഒപ്പിച്ച അഭിപ്രായമേ പറയുള്ളൂ. എന്തുകൊണ്ടാ അതിമാരിപ്പറ്റി എനിക്ക് ദുന്യാവിനെ പരിചയമില്ലല്ലേ. വല മുൻഹമിക്കം ഫീ ഹുബ്ബിഹ. അതാ ദുന്യാവിൻ്റെ ഹുബ്ബില് മുങ്ങിത്തെറിഞ്ഞ ആളാകാനും പറ്റില്ല. മുത്തജ്ജിദാകുമ്പോൾ ഒന്നുമില്ലണ്ടായി. എന്തുകൊണ്ടാണ്? ലിസ്തിലാഇഹി, അതിനോടുള്ള ഹുബ്ബെന്താക്കി ദുന്യാവ് ആനെ കീഴടക്കിയിട്ടുണ്ട്. വദാലിക മിമ്മാ യുഫ്സിദു റഅയഹു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് ഫസാദാക്കുന്ന കാര്യങ്ങളൊക്കെ. മറ്റല്ല വല ബഖീലൻ, ബഖീലാകാനും പാടില്ല. അപ്പോൾ കുറേ പോസിറ്റീവും പറഞ്ഞു, കുറേ നെഗറ്റീവും പറഞ്ഞു. എന്നുള്ള പോസിറ്റീവ്? അമീനാകണം, മുഹ്തറമാകണം, നാസിഹാകണം, സ്വഹാബത്തിൻ്റെ ഇസാകണം. ഇനി ഉജുബ് ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായം ഇരട്ടെന്ന് മാറ്റി 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 പറയുന്ന ആളാകാൻ പാടില്ല. അത് കളവ് പറയുന്നവനാകാൻ പാടില്ല. പിന്നെ നീ ചോദിക്കുന്ന കാര്യത്തിൽ അയാൾ മഹബത്ത് വെക്കുന്ന ആളാകാനും പാടില്ല. അയാൾ അവിടെ എന്താകണം? ഒന്നിലും പെടാത്തത് ആ ന്യൂട്രായിട്ട് നിൽക്കുന്ന എന്തോ പറയുന്നുണ്ടല്ലോ. അപ്പം നിഷ്പക്ഷ. പിന്നെ മുത്തജ്ജിദായ ആളോട് ദുന്യാവിനെ പറ്റി ചോദിക്കാനും പാടില്ല. ഞാൻ നിങ്ങളുടെ കച്ചവടം നടക്കും, എന്ത് കച്ചവടമാണ്? ഞാൻ പള്ളിയിൽ നിന്നൊരു ചെല്ലടാ ഔക്കുലാക്കിയിരുന്നിട്ട് ചെല്ലിക്കുമെന്ന് പറഞ്ഞു. ഇനി അതിൽ തന്നെ ഉള്ളതാണ് നീ തുടങ്ങണമെന്നും പറഞ്ഞു. അതും പറ്റൂല. وعن أبي مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال المستشار مؤتمن. അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. അതില്ലാത്തതാ ലഫ്ള് വഹുവ ബിൽ ഖിയാർ, അയാൾക്ക് ഖിയാറുണ്ട്. ഖിയാറുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? മാലം യതഅയ്യൻ അലൈഹി, അയാൾക്ക് പറഞ്ഞേ പറ്റൂ, പറയൽ വുജൂബാവാത്ത കാലത്തോളം അയാൾക്ക് എന്താ ഖിയാറാണ്. എന്നുവെച്ചാൽ പറയുകയും ചെയ്യാം, പറയാൻ എന്നോട് ചോദിക്കണ്ട, വേറോട് ചോദിച്ചോ എന്ന് പറയാം. ഇയാളേ ഉള്ളൂ എന്നാൽ അയാൾക്ക് മുതഅയ്യിനാവും. അതാണ് ഇൻഷാ തകല്ലമ വ ഇൻഷാ സകത, അതാണ് ഖിയാർ. അതാ ബിഅൻകാന യൽഹഖുൽ മുസ്തശീറ ദററുൻ ഇദാ ലം യുസിർ അലൈഹി. ഇയാള് ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താകുന്നറിയോ? മുസ്തശീറുണ്ടല്ലോ, അയാൾക്ക് കടങ്ങറി പറ്റും. അപ്പം എന്താകും? മുതഅയ്യിനാവും. അതില്ലാത്ത കാലത്തോളം അയാൾക്ക് ഖിയാറുണ്ട്. വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ നല്ലതേ പറയാം. അതാ ഫഇൻ തകല്ലമ ഫൽയജ്തഹിദ് റഅയഹു, എന്ത് പറയണമെന്ന് റഅയിൽ എന്താകണം? നല്ല പോലെ ഇജ്തിഹാദ് നടത്തിയിട്ടേ പറയാൻ പാടുള്ളൂ. وروى الطبراني عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال ما خاب من استخار ولا ندم من استشار. ഇസ്തിഖാറത്ത് നടത്തിയവൻ ഖായിബാകലില്ല. വലാ നദിബ മൻ ഇസ്തശാറ, മുശാവറ ചെയ്ത ആൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി പറ്റില്ല. ഇനി തസ്വീബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റഅയൽ ഹസന വഅമലുഹു ബിമുഖ്തളാഹ്. നല്ല അഭിപ്രായം പറഞ്ഞാൽ എന്താക്കും? തങ്ങളത് ശരിവെക്കും. ശരിവെച്ചിട്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. മുമ്പ് വെള്ളത്തിനവിടെ ചോദിച്ചില്ലേ, ഇത് തങ്ങൾക്ക് വഹി വന്നതാണെങ്കിൽ നമുക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അതല്ലെങ്കിൽ അതൊരു വിധത്തിൽ നമുക്കൊന്ന് പറയാനുണ്ട്. അപ്പൊ തങ്ങൾ സ്വീകരിച്ചല്ലോ. كان رسول الله صلى الله عليه وسلم يسبب رأي من تقدم برأي حسن صائب. നോക്ക്, നല്ല കുറിക്ക് കൊള്ളുന്ന നല്ല അഭിപ്രായം പറഞ്ഞ ആരുണ്ടോ അവിടെ റഅയിന് എന്താക്കും? സവാബ് വെക്കും. അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. നല്ല അഭിപ്രായമാണ് ഉപ്പറ പറഞ്ഞത്. ഹസൻ, ആ നല്ല റഅയിന്റെ ഉടമണ്ടല്ലോ, അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ഹിമ്മത്തിനെ ഒന്ന് ഉണർത്താനും അതാ പരിചയസമ്പന്നത എന്താക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഇതിൽ നല്ല പരിചയം ഉണ്ട് വ്യക്തമാക്കൽ. അതിൽ ദലീലുണ്ട് അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അവ്വാല ഹിക്മത്തിൽ ആറാഇ വ മറാമിഹാ. ആറാകുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായത്തിൻ്റെയും അതിൻ്റെ ലക്ഷ്യങ്ങളുടെയും ഹിക്മത്ത് കൊണ്ട് തങ്ങൾക്ക് വേണ്ടപോലെ അറിയാം. അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് ഇങ്ങനെ പറയില്ലേ?
അതാ ഹിക്മത്തിൻ്റെ അസറുകളുടെ അറ്റവും വഅബാഖിബി അംദിഹ, അതിൻ്റെ അന്ത്യവസാനം എല്ലാം തങ്ങൾക്കറിയും. അതുകൊണ്ടാണ് എന്താക്കുന്നത്, ഹസനഹ വയറുദ്ദു സയ്യിഹ, മോശമാണെങ്കിൽ അത് പെട്ടെന്നും പറയും, നല്ലതാണെങ്കിൽ എടുക്കാമെന്നും പറയും. وفي طبقات ابن سعد أن النبي صلى الله عليه وسلم استشار يوم قريظة والنذير. യഹൂദിമാരായ രണ്ട് സംഘയല്ലേ, ഒന്ന് ഖുറൈള, നളീർ. അവരുടെ കാര്യത്തിൽ മുശാവറ ചെയ്തു. ഫഖാമൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എണീറ്റ് ഫഖാല അറാ അൻ നൻസില ബൈനൽ ഖുസൂർ ഫനഖതഅ ഖബറ ഹൗലായി അൻ ഹൗലായി വഖബറ ഹൗലായി അൻ ഹൗലായി. കടാ, നമ്മളെന്താക്കണം, അവരുടെ കസ്റ്റഡികളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ ഇറങ്ങുക. എന്നിട്ടോ അവരുടെ വാർത്ത ഇവരും അറിയാൻ പാടില്ല, ഇവരുടെ വാർത്ത അവരും അറിയാത്ത രൂപത്തിൽ എന്താക്കണം, വാർത്താവിനിമയം തടയുക. ഓരെന്താ കുറ്റം കൊടുത്തിട്ട് അങ്ങനെ ആക്കണം, ഇങ്ങനെ ഒരു വർഗത്തിലൊന്നാന്നല്ലോ. അപ്പൊ ഫഅഖദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, അതാ ഹുബാബ് തങ്ങൾ പറഞ്ഞ അഭിപ്രായം തങ്ങൾ ശരിവെച്ചു. فقال وروى الطبراني عن نبيشة الخيل رضي الله عنه أنه دخل على رسول الله صلى الله عليه وسلم وعنده أسارى, തങ്ങളെടുക്കലുണ്ട് ജയിലിൽ നിന്ന് തടവിലാക്കപ്പെട്ട കുറേ കൂട്ടർ. ഫഖാല, അപ്പോൾ നുബൈശത്തോട് പറഞ്ഞ്, യാ റസൂലല്ലാഹ് ഇമ്മാ അൻ തമുന്ന അലൈഹിം വ ഇമ്മാ അൻ തുഫാദീഹിം, ഒന്നുകിൽ എന്താക്കുക, അവർക്ക് മാപ്പ് കൊടുത്തിട്ട് വിട്ടയക്കാം, അല്ലെങ്കിലോ അവരോട് പിതാവ് വാങ്ങാം. രണ്ടഭിപ്രായം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമർത ബി ഖൈരിൻ, നിങ്ങൾ നല്ല ഖൈറായ കാര്യമാണ് അവരെ കൽപ്പിച്ചത്. അതായത് അവരെ കൊല്ലാൻ പാടില്ല, ഒന്നെങ്കിൽ ഒന്നും വേണ്ട നിരവധിയും വിട്ടയക്കുക, അല്ലെങ്കിൽ വിജയമായിക്കും. എന്നാലും ആ കൂട്ടർക്ക് ഗുണം തന്നെ. അങ്ങനെയാണ് ഓർക്ക് എന്താക്കി, അന്ത നുബൈശത്തുൽ ഖൈർ, ഖൈറിന്റെ നുബൈശ എന്നുള്ള പേരിട്ട് പേരന്നെ. وروى الطبراني وسعيد بن منصور عن طلحة مرفوعا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ചേർത്തിട്ട് സനദ് പൂർത്തിയാകുമ്പോൾ മറഫൂ, തങ്ങളെ കൗലന്നാടൊന്നില്ല, തങ്ങളെ ദാത്തിലുള്ള ഉസ്ബു പറഞ്ഞാലും മതി. തങ്ങൾ നീളമുള്ളവരോ കുറിയവരോ അല്ല എന്നുള്ളത് എന്താക്കും, കൗലല്ല, തങ്ങളെ സിഫത്തല്ലേ, എന്നാലും മതി. യാ അംറു ഇന്നക ലദൂ റഅയിൻ റശീദിൻ ഫിൽ ഇസ്ലാം, അംറേ, ഇസ്ലാമിൽ നിങ്ങൾ നല്ല റഷീദായ അഭിപ്രായമുള്ള ഒരാളാണ് എന്ന് എന്താക്കി ഉറപ്പിച്ചു, തങ്ങളെ പ്രഖ്യാപിച്ചു. അംറിനെ വിളിച്ചിട്ട് പറഞ്ഞു. അതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇനി ഹുബ്ബുഹു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഹുസ്നൽ അസ്മാഇ വകറാഹത്തുഹു ഖബീഹഹാ. അംർ ആരാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. നമുക്ക് ഫിൽമിൽ എന്തായി, നല്ല ഒരു അഭിപ്രായമുള്ള ഒരാളെ നിങ്ങൾ റഷീദായ അഭിപ്രായമുള്ളവരാണ് എന്ന് എന്താക്കി അവർക്ക് അംഗീകാരം കൊടുത്തു. ഏത് അംറാണെന്ന് വ്യക്തമാക്കില്ല. നമുക്കിപ്പോൾ എന്താക്കും, ചിലത് പശ്ചാത്തലം പറയാണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇസ്ലാം വേണ്ടേ, അതൊന്നുമില്ലല്ലോ. നമ്മൾ ഹദീസിലൂടെ എത്തിയിട്ടില്ല. നല്ല പേരുകൾക്ക് തങ്ങൾ ഇഷ്ടമാണ്, കബീഹായ പേരാണെങ്കിലോ തങ്ങൾക്ക് വെറുപ്പ് വന്നു. എന്താ, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു ലിൽ മുസ്ലിമി സാലിഹൽ അസ്മാഇ വഹസനഹാ. ഒരു മുസ്ലിമിന് എന്താണ്, നല്ല പേരുകൾ ഉണ്ടാവണം, അതിൽ ഭംഗിയുള്ള പേരാകണമെന്ന് തങ്ങൾക്ക് ഇഷ്ടമാണ്. വയക്റഹു ലഹു സയ്യിഅൽ അസ്മാഇ വഖബീഹഹാ, മോശമായതാണെങ്കിലോ തങ്ങൾക്ക് അനിഷ്ടവുമാണ്. വഫീ ദാലിക, അതിലെന്തുണ്ട്, തക്രീമുൽ മുസ്ലിമി, മുസ്ലിമിനെ ആദരിക്കലുണ്ട്. ഇവിടെ എന്താ, ആ പേരിലാണല്ലോ അയാളെ വിളിക്കല്. എന്താ, അൻയുറഫ ബിസ്മിൻ കബീഹിൻ, കബീഹായ പേര് കൊണ്ട് അയാൾ അറിയപ്പെടാൻ പാടില്ല എന്നുള്ള. ആ യുനാദ ബിസ്മിൻ കബീഹിൻ, കബീഹായ പേര് കൊണ്ട് വിളിക്കപ്പെടലും. അലമുൻ കബീഹൻ, മോശമായ ഒരു അലമ് അദ്ദേഹത്തിന് വെക്കപ്പെടലൊന്നും തങ്ങൾക്ക് ഇഷ്ടമല്ല. അത് ഇസ്മൻ ഔ ലഖബൻ ഔ കുഞ്ഞത്തൻ, മൂന്നെണ്ണുണ്ടല്ല. ഒന്നിക്ക് ഇസ്മുണ്ട്, രണ്ടാമത്തതോ ലഖബുണ്ട്, കുഞ്ഞത്തുണ്ട്. അതേതായാലും روى الطبراني وأبو يعلى عن حنظلة بن هجيم أن النبي صلى الله عليه وسلم كان
യുഅ്ജിബുഹു അൻ യുദ്അ അർ-റജുലു ബിഅഹബ്ബി അസ്മാഇഹി ഇലൈഹി. തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അഹബ്ബുൽ അസ്മാ കൊണ്ട് വിളിക്കപ്പെടണം. അത് ഇസ്മായി വഹബ്ബ് കുനാഹു, ഓമന പേരിലും അതുപോലെ തന്നെ ഹബ്ബായത് വിളിക്കപ്പെടരുത്. ഇപ്പം എന്തെല്ലാം അതെല്ലാം മാറി. ഇപ്പം എന്തെല്ലാം ഇമിറ്റേഷൻ പേരുകളും ഫാഹിഷത്തും എല്ലാം പറഞ്ഞ് കേൾക്കേ കൊണ്ടു. ആ നല്ല പേര കീറത് അങ്ങനെ ഇതെല്ലാം ഉണ്ട്. മറുപേര് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന വിളിക്കാം. അതല്ല ആയറാജൻ പാട്ട് ഷമായിലൊന്നും പറഞ്ഞില്ല. ആയറാജിൻ്റെ അർത്ഥം എന്താണെന്ന് മുടന്നിൽ നടന്നില്ല. പക്ഷേ അതുകൊണ്ട് പറഞ്ഞാൽ അറിയുള്ളൂ അയാൾക്ക് അതിനെതിരില്ലെങ്കിൽ അത് വിളിക്കാം. ഷമായിൽ എഴുതിയിട്ടുണ്ട് ആയറാജിൻ്റെ ആ സനത് പറയുമ്പോൾ. മാറ്റി വിളിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ വിളിച്ചുവിടാം. ഇവിടെ ബാലി ഉസ്താദ് വിളിക്കുന്ന കുറേ ആൾ വരും. അങ്ങനെ തന്നെ കുത്തനെ പറഞ്ഞേക്കും നാട്ടിൽ അങ്ങനത്തെ ആളില്ല. അല്ലെങ്കിൽ അടുത്തതായി ബാലി ഉസ്താദ് സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പള്ളിയിൽ നിന്ന് സലാത്തി എന്നെ വിളിക്കുന്നത് നിങ്ങളെ വിളിക്കണം. അവൻ എന്നെ വിളിച്ചിട്ടില്ല, ബാലി ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. അയാളെ പ്രശ്നത്തിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. പിന്നെ വിചാരിച്ചോലോ ബഹുമാനപ്പെട്ടതായിരിക്കുന്നതാണെന്ന് പറയാത്തോണ്ടാണ്. അങ്ങനെ ബഹുമാനത്തെ കുറെ കുഴച്ച് എന്നിട്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്നതായ ബാലി ഉസ്താദ് എന്നിട്ടുണ്ട് ഇടാനെങ്കിൽ ആയിരിക്കുന്ന വർദ്ധിപ്പിച്ചാൽ ക്ഷീരമല ആവർത്തിച്ചടക്കുന്നു. ആയിരിക്കുന്നതായിരിക്കുന്ന എന്ന് പറഞ്ഞാല് അബദ്ധിച്ച പോകത്തിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ പേര് അബ്ദുൽ ബാരി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. പോയിട്ട് പേര് വിളിച്ചു. അപ്പം എന്നെ വിളിച്ചു. അത് വിളിച്ച് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ അത് പേരാവും. അബ്ദുറഹ്മാൻ ഇട്ടിട്ടാണ് അന്തൂർ എന്ന് വെച്ചാൽ മണി വീക്കാളെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുറഹ്മാൻ എന്നുള്ള പേര് മാറ്റിട്ട് അന്തൂറാക്കി. അബ്ദുല്ലാഹ് ഉണ്ടാക്കി ഔലയാക്കി. അത് നിങ്ങൾ വിളിച്ചിട്ടാക്കിയല്ലേ ഒരു എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഫഖറുദ്ദീനാണ് ഫഖറുട്ടി. കഴിവില്ല അള്ളാഹ്. പക്ഷെ അവിടെ ഇനീഷ്യൽ എടുക്കും PA അള്ളാഹ്. അവിടെ നമ്മ തീരുമാനിച്ച് മക്കൾക്കോ പേരക്കുട്ടികൾക്ക് പേരിടുമ്പോൾ വായു മൊഴി മാറാനേ പറ്റാത്ത പേരേ അവിടെ കൊടുക്കുള്ളൂ. ഏത് ഭാഷയിലും സ്പെല്ലിങ്ങിൽ എഴുതാമെങ്കിലും പറ്റും. 2 അതേതെങ്കിലും മഹാന്മാർക്ക് വഹിച്ച പേരായിരിക്കും വേണം. ആ മയന കേട്ടാൽ അതിന് ലോത്ത് മയനയിൽ നല്ലൊരു മയനയും വേണം. എൻ്റെ മക്കളെ പേരെല്ലാം നോക്കിയട്ടെ. ജാബിർ ഏത് ഭാഷയിൽ ഏതെങ്കിലും ചേർത്തത് ആർക്കാ മാറ്റി വിളിക്കാൻ കഴിയാൽ? ജബർ മാദീനിസും ഫായിലും വഴി നിരവധി സഹാബികളുണ്ട്, നിരവധി അവലിയാക്കന്മാരുണ്ട്. അങ്ങനെ ഓരോരുത്തരെ പേര് ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് പേരിടുന്ന അധികാരം എനിക്കായിരിക്കും എന്ന് പറയും. ആർക്കും തരൂല. നീന്തെങ്കിലും തക്കും പാത്തിമ എന്നിട്ട് പാത്തുമ്മ. ഇത് പാത്തുമ്മൻ്റെ വേന. അതെന്തിനാന്ന് ആ മഴ കേട്ടാൽ തന്നെ എന്തുണ്ട്? ഒരു പരസ്പര ബന്ധം, ഒരു തവാസുലി, ഒരു മഹബത്ത്, ഒരു ഇക്റാമെല്ലാം പേരുടെ മനയിൽ തന്നെ ഉണ്ടാവും. ഉവൈസ് ആർക്കും പറ്റിയതെങ്കിൽ ചെയ്യോ? അതോടൊപ്പം തന്നെ ഉവൈസുൽ ഖറനി ആരാന്ന് ഇന്ന് 2-3 പേജാ വായിച്ചത്. ഉവൈസുൽ ഖറനിയുടെ മഹത്വങ്ങളും ഓരോ ഷമായിലും ഓരോ മഹത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതുപോലെ വൈദ്ഹാൽ സുറൂർ അലിഹ വിളിക്കപ്പെടുന്ന വ്യക്തിക്കുന്നുണ്ട് സന്തോഷം ഉണ്ടാക്കും. വഖദ് അമറൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതഹ്സീനിൽ അസ്മാ പേരുകൾ നന്നാക്കാൻ വേണ്ടി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മ പണ്ട് തർബീയത്തുൽ ഔലാദിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഫറവാ അബൂ ദാവൂദ വഇബ്നു ഹിബ്ബാൻ ഫീ സഹീഹിഹി അൻ അബീ ദർദാഇ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم إنكم تدعون يوم القيامة بأسمائكم وأسماء آبائكم فحسنوا أسماءكم
ഖിയാമത്ത് നാളിൽ നിങ്ങളെ പേരും നിങ്ങളെ പിതാക്കന്മാരെ പേരും കൂട്ടിയിട്ടായിരിക്കും വിളിക്കുക, ഫുലാൻ ഇബ്നു ഫുലാൻ. അതുകൊണ്ട് പേര് നന്നാക്കണേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കേൾക്കൂലേ? ഖാലല്ലല്ലാമുത്തുൽ മുനാബി പറയുന്നു, വലാ യുആരിദു ഹാദൽ ഹദീസ, ഈ ഹദീസിന് എതിരായിട്ട് വരൂല ഖബറു തബറാനി ഇമാമിന്റെ ഒരു ഹദീസ് എതിരാന്ന് തോന്നിപ്പോകും. അന്നഹും യുദ്ഉന ബിഅസ്മാഇ ഉമ്മഹാതിഹിം, ഉമ്മമാരെ പേര് കൂട്ടിയിട്ടാ വിളിക്കല് എന്നൊരു തബറാനി ഖബറുണ്ട്. ഇവിടെ പറയുന്ന ഉപ്പാരെ പേരാ കൂട്ടുക, അത് പരസ്പര വൈരുദ്ധ്യമില്ല. അതായത് ഭൂരിഭാഗവും പിതാവിനെ കുട്ടിയെ വിളിക്കും, അയാൾ തറവാട്ടുകാരനാണെന്ന് ശരിയാണ്. അപ്പം വിളിച്ചാല് ഉപ്പ അതായിരിക്കൂല. അങ്ങനെ മാറി വരുന്ന സ്ഥലത്ത് എന്താക്കും, ഉമ്മ മാറൂല ഒരിക്കലും. അതെ, എന്തല്ലോ പേരാണ് അത്, മനസ്സിലായില്ലേ? അപ്പോൾ ഉപ്പാന്റെ പേര് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും മറച്ചു വെക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കും, അത് മാറ്റും. അതാ അതിൻ്റെ കാരണം സത്റം മിൻഹു സുബ്ഹാനഹു വ തആല ഇബാദിഹി, ഇബാദിൻ്റെ പേരിൽ എന്താക്കും എന്തെങ്കിലും കുറവ് വരുമ്പോൾ അത് ഉമ്മാനെ കൊണ്ടേ വിളിക്കുക. ആ വിളിക്കപ്പെടുന്നതിൽ ഇബാദിന് അടിമകൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം വരുന്ന രൂപമാണെങ്കിൽ അതെന്താക്കും മറച്ചു വെക്കും. അപ്പം ചില സൂറത്തിൽ എന്തുണ്ട്, ഉമ്മാനെ കൊണ്ട് വിളിക്കുമെന്ന്. അതിനെതിരാവൂല എന്ന് പറയാൻ കാരണം എന്താ, ലിഇംകാനിൽ ജംഇ, ആ വൈരുദ്ധ്യം തീർക്കാൻ നമുക്ക് കഴിയും. ഹദീസ് ജമ്മാക്കാൻ കഴിയുമല്ലോ. ജമ്മാക്കുന്ന അവസരത്തിൽ പിന്നെ വൈരുദ്ധ്യമില്ല. എന്തുകൊണ്ട്, ബിഅന്ന മൻ സഹ നസബഹു യുദ്ആ ബിൽ അബി, നസബ് ക്ലിയറാണെങ്കിൽ ഉപ്പാനെ കൊണ്ട് വിളിക്കുമെന്നും വഗൈറുഹു യുദ്ആ ബിൽ ഉമ്മി, നസബ സംശയിക്കപ്പെടുന്നതാണെങ്കിൽ എന്താക്കും, ഉമ്മാനെ കൊണ്ട് വിളിക്കും. അപ്പം വളരെ ചുരുക്കുണ്ടാവും. കഥാ ജമാഅൽ ബാദു, ഇങ്ങനെയാണ് എന്താക്കിയത്, ബാദ് അതിനെ ജമ്മാക്കിയത്. അത് മൂപ്പർക്ക് അത്ര പിടിച്ചിട്ടുണ്ട്, നമ്മൾ ഉസ്താദിന് എന്താ വാക്കോലോ ഹുവ ഗൈറു ജയ്യിദ്, ആ ജമ്മാക്കൽ അത്ര ശരിയായിട്ടില്ല. മൂപ്പർക്ക് തന്നെ അതോറിറ്റി ഉണ്ടല്ലോ. എന്തുകൊണ്ട്, ഇത് ദുആഉൽ അവ്വലി ബിൽ അബി, നിസബ സഹിയായ ആളെ ഉപ്പാനെ കൊണ്ട് വിളിച്ചു. വസ്താനി അല്ലദീ ലം യസ്ഹിഹ നസബുഹു, നസബ് സഹിയാവാത്ത രണ്ടാം നമ്പർ ബില്ലുമ്മ. അന്നേരം ഓനിക്ക് ഉപ്പയില്ലോടെയും സംശയിക്കൂലേ, പിന്നെ സത്രയുടെ പോയി എന്ന് മൂപ്പർ ചോദിക്കുന്നു. അവൻ എന്താ ഉമ്മാനെ കൊണ്ട് വിളിച്ചേ, അപ്പൊ ഉപ്പ ഇല്ലേ എന്നെന്താ ഒരാൾക്ക് ഉസരെ കൊണ്ടിയാക്കല്ല, അത് അവർക്ക് ഉപ്പ ഇല്ലല്ലോ. അപ്പൊ അതില് സത്ർ എന്നുള്ളത് ഞാൻ നടക്കൂല അത് നമ്മുടെ മുസന്നിഫ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് യുഅറഫു ബിഹി വലദു സിനാ മിൻ ഗൈരിഹി, സിനാന്റെ വലതും വല്ലാത്ത ആളും വേർതിരിക്കൽ ഇതുകൊണ്ടാണ്. അപ്പൊ താൽക്കാലികം ഉമ്മാരെ പേരാ കൂട്ടുക അല്ലേ, ഞാൻ അബ്ദുല്ലാന്ന് ഇവനാ മത്തില്ല എന്നല്ലേ പറയുന്നത്. എന്തിനാന്ന് അടക്കഞ്ചോബ് ഇമാം പറഞ്ഞെന്താന്ന്, അത് കാരുണ്യത്തിന്റെ വിളിയാണ്, ഉമ്മാനെ കൊണ്ട് വിളിച്ചാൽ കാരുണ്യം കൂടിയും. അപ്പൊ ഫയഫൂത്തുൽ മഖ്സൂദു ബഹുവ സത്റു, നിങ്ങൾ സത്റാണ് മറച്ചു വെക്കലാണ് എന്ന് പറഞ്ഞ മഖ്സൂദ് നഷ്ടപ്പെടുകയും വയഹസുൽ ഇജ്തിഹാദു, ഫളീഹത്താവൽ സംഭവിക്കുകയും ചെയ്തില്ലേ. അതുകൊണ്ട് ഫൽ ഔല അൻ യുഖാല ഖബറു ദുആഹി ബിൽ ഉമ്മഹാത്തി, ഉമ്മഹാത്തിനെ കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ ഹദീസ് ലഈഫ എന്ന് വെച്ചാണ്. അപ്പൊ ജമ്മക്കം ചെയ്യണ്ടല്ല, ഉപ്പാനെ കൊണ്ടും വിളിക്കും ഉമ്മാനെ കൊണ്ടും വിളിക്കുന്നത്, ഉമ്മാനെ കൊണ്ട് വിളിക്കുന്ന പറഞ്ഞ ഹദീസ് ലൈഫായിട്ട് അങ്ങ് തള്ളിയെന്നാണ് ഉപ്പർ പറയുന്നത്. അതുകൊണ്ട് സഹീഹിനെതിരേറ്റ് വരൂല എന്നാലും, അപ്പൊ ജമ്മാക്കാൻ നിൽക്കണ്ടെന്നാ പറയുന്നത്. ഇനി അവർ സഹാബിയായിരുന്നു. قال رسول الله صلى الله عليه وسلم تسموا بأسماء الأنبياء, അമ്പിയാക്കളുടെ പേര് കൊണ്ട് പേരിടുവീൻ. വഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹ് വഅബ്ദുർ-റഹ്മാൻ എന്നതൊക്കെയാണ് അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള പേര്. വസുദഖുഹ, അതിൽ ഏറ്റവും സത്യമായി കൊള്ളുന്നത് ഹാരിസ്, ഹമ്മാമ്. അത് എല്ലാവർക്കും ബാധിക്കുന്ന രണ്ട് വസ്തുത പറഞ്ഞു. ഹാരിസ്, ഹമ്മാമ്. വഅഖ്ബഹുഹ, അതിൽ മോശമായ പേരെന്താ, ഹർബ്, മുർറത്ത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കൊതി എന്നല്ലേ അർത്ഥം ഉണ്ടായിരുന്നു, യുദ്ധം. അതുകൊണ്ട് മദീനക്ക് യസ്രിബ് എന്ന് പേര് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. യസ്രിബ് സാറബായി യസ്രിബു എന്നാണ് മുലാരിയായ പേരിൽ പ്രതികാരം ചോദിച്ചെന്ന് അർത്ഥം ഉണ്ടാകില്ല. മദീനത്തിൽ പ്രതികാരം ചോദിക്കലില്ല, പേര് പറയാൻ പറ്റില്ല എന്ന്.
അപ്പോൾ ഹാരിസും ഹമ്മാം എങ്ങനെ വെക്കുന്നെന്ന് അല്ല പറയും. വൈന്നമാക്കാന ഹാരിസും ഹമ്മാമുൻ എന്ന രണ്ട് പേര് അസ്തക്കല്ലസുമായി അസ്മാ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇസ്മ മുസമ്മി സൂട്ടാകുന്നതല്ലേ. ഇത് അന്നൽ ഹാരിസ എന്ന് പറഞ്ഞാൽ അൽ കാസിൽ അധ്വാനിക്കുന്ന ആൾ, പണിയെടുക്കുന്ന ആളെന്നാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളില്ലാണ്ട് ഇപ്പോൾ വൽ ഹമ്മാമ് എന്ന് പറഞ്ഞാൽ ഹുവല്ലത് യഹ്മു മർറത്തൻ ബഅദ ഉഖ്റ, ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ആൾക്ക് ഹമ്മാമ് എന്ന് പറയും. ഫഅൽ ഹമ്മ യഹ്മുവിൻ്റെ ഫഅലോസിലാക്കി. അപ്പം എല്ലാവരും എല്ലാ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളെന്നല്ലേ. ചില ജുലൂസായിട്ട് പോയാൽ ഔലിയാൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. ഒരു മുസാഫിറൻ ചെയ്ത് ദ്വാരന്ന് കണക്കെല്ലാം കൂട്ടിയിട്ട് അൽ-ആരിഫു ബില്ലാഹി വലിയുല്ലാഹി അൽ-ആരിഫു ബില്ലാഹി അബ്ദുല്ലാഹ്, ഏതാക്കും പറഞ്ഞൂടെ. വലിയ അവിടെ ഔലിയയിലേ കിടക്കുന്നത് ഓർ ആരിഫായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം ഓറെ ഇസ്മോ ലക്കബോ ഒന്നുമല്ല, എല്ലാവർക്കും ഒപ്പിക്കാൻ വേണം. അങ്ങനെയാണ് ഇവനോദം എന്ന് പറഞ്ഞപ്പോൾ. അല്ലാതെ തന്നെ ഇവനൊക്കം തന്നെ അല്ലേ. നിങ്ങൾ പറഞ്ഞെന്താണ് ഇവിടുത്തെ ഔലിയൻ്റെ പേരിടുകയാണ്. എന്നാൽ പിന്നെ നെറുക്കിടുക എന്നുള്ളത്. കുറേ പേര് നെറുക്കിട്ടിങ്ങനെ കൊലിക്കിട്ട് ഒന്ന് എടുക്കുക. ഞാൻ ചോദിക്കട്ട് ബദരീങ്ങളെ 365 പേര് നെറുക്കിട്ടിട്ട് എൻ്റെ പേര് കണ്ടിട്ട് ജയാടാപ്പിൽ പേരുണ്ടോ ബദരീങ്ങളിൽ ആരെങ്കിലും? കിട്ടൂലത് ഉറപ്പല്ലേ. ഈ കിട്ട കള്ളാസിൻ്റെ അപ്പുറം വരാല മറ്റൊരു പേര് ഇത് കുലുക്കിയിട്ട് എടുക്കലൊന്നും ശരിയാവില്ല. അല്ല, അത് പിന്നെ പള്ളിയിൽ വന്നിട്ട് ഉറങ്ങലാന്ന്. ഉറങ്ങി എണീച്ചിട്ട് ഞാൻ എന്താക്കും, പള്ളി വന്ന പാട് രണ്ടക്കാലത്ത് നിൽക്കിച്ച് ഒറ്റ ഉറക്കുറങ്ങും പോലും ഉറങ്ങി എണീച്ചിട്ടൊന്ന് പറയും. അത് നിങ്ങൾ അംഗീകരിച്ചോ? ഞാൻ പറഞ്ഞു നിങ്ങളെ അംഗീകാരം നമ്മൾ നേരത്തെ ഉണ്ടല്ലോ, ഉറങ്ങുന്നതിന് മുമ്പന്നുണ്ടല്ലോ. അപ്പോൾ ഉറങ്ങാണ്ട് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കല്ല. ഈ ഉറക്കമായിട്ട് എന്താ അംഗീകാരത്തിന് പൊതായിൽ എറിയുന്നു മനാവിൽ വെറ്റാ. അപ്പം ചക്രത്തിൽ വരൂല. മനാമിൽ വീഴുന്നു നമുക്ക് കണ്ടിട്ടില്ലേ. അത് നിങ്ങളെ കൗരൻ്റെ സെതുക്കുമല്ലേ നിൽക്കുന്നത്. പണ്ട് മന്നയ്ക്ക് മക്കാമിൽ കിടക്കുന്നില്ലേ. പിള്ളേരായ കാലത്ത് ഇപ്പൊക്കെ മോർച്ചലിലും വിട്ടിട്ട് വരുമ്പോൾ മക്കാമിൻ്റെ അടുത്ത ഒരു ചോദ്യം ചെയ്യും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഔലിയാൻ്റെ പേരെന്താവും? അഷേഖ് അബ്ദുറഹ്മാൻ. ഞാൻ വിശ്വസിച്ചപ്പോൾ അന്ന് ചെറിയ നമ്മൾ 3-4 വയസ്സേ ഉള്ളൂ. അവിടെ ഉറപ്പിച്ച് വെച്ചില്ലേ. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ അബ്ദുൽ ഹുസൈനുണ്ടല്ലോ, മുഹമ്മദ് ഉപ്പ മൂപ്പർ അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു മനാക്കിബുണ്ടാക്കി. അതിൽ മജ്ഹൂലുൻ ഇസ്മൻ ഫളലുഹു മുതവാഫിറൂൻ ബൈത്തുണ്ട്. പേര് അറിയപ്പെടാത്തവരാണ്. ഞാൻ പറഞ്ഞു ഉപ്പാൻ്റെ ഉസ്താദല്ലേ അബ്ദുൽ ഹുസൈൻ. മൂപ്പർ പറയുന്നു മജ്ഹൂലുൻ ഇസ്മൻ. അപ്പോൾ ഉസ്താദിന് തിരിയാത്ത ഉപ്പാക്ക് എങ്ങനെ തിരിഞ്ഞു? എടാ, നിന്റെ ചോദ്യത്തിന് ഞാൻ തൽക്ക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ അള്ളാൻ്റെ അടിമേലൂറ് വൈബാദുർ റഹ്മാനില്ല. നീന എത്ര കൊല്ലക്കെട്ടി മറുചോദ്യം ചോദിക്കുന്നറിയോ? വൈബാദുർ റഹ്മാനില്ലതീന ജംഷൂനാലല്ല അർദി എന്ന് പറഞ്ഞില്ലേ. ആ കൂട്ടത്തിൽ അമ്മായ വരാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് ശൈഖൊന്നും പറയാല. എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ ചോദ്യം വരുന്നത്. വകുല്ലു ഇൻസാനല്ലാ യൻഫഖു അൻ ഹാദൈൻ, എന്തെങ്കിലും കസബ് ചെയ്യല്, എന്തെങ്കിലും ചിന്തിക്കല് എന്നതിനെ തൊട്ട് ആരും ഒഴിഞ്ഞില്ലല്ലോ. യാനി അന്ന ഹാദൈനി ലിസ്മൈനി മുതാബിഖാന ലിമാനഹുമാ, ഇസ്മും മുസമ്മയും ഒത്തിട്ടുണ്ട്. ഇത് കുല്ലു ഇൻസാനി യഹുമ്മു അവ്വലൻ, ഇത് ഹമ്മാമിൻ്റെ ന്യായ പറയുന്നത്. വൽ ഹമ്മു എന്ന് പറഞ്ഞാൽ മബ്ദഉൽ ഇറാദ, ഇറാദത്തിൻ്റെ മുമ്പ് ഹമ്മുണ്ടല്ലോ, നമ്മ ഹേജിയല്ലോ ഓതിയത്. സുമ്മ യതഹറകു ലിൽ അമലി, പിന്നെയാണ് അമലിലേക്ക് നീങ്ങുന്നത്. ഇനി വഹുവൽ കസ്ബുൽ മുഅബ്ബറു അൻഹു ബിൽ ഹാരിസ്, ഹാരിസ് കൊണ്ട് പറയപ്പെട്ട എന്താണ് ഈ അമലന്നെ. അപ്പോൾ ആദ്യം ഹമ്മാമായിരിക്കും ഉണ്ടാകുക, പിന്നീട് ഹാരിസാവും. ഫഹുവ ഹാരിസുൻ ഹമ്മാമുൻ, തർത്തീബ് നോക്കിയാൽ ബഹുവ ഹമ്മാമുൻ ഹാരിസുൻ. ഇനി വൽ ഇസ്മുൽ കരീമു യുശ്ഇറു ബി കറാമത്തിൽ മുസമ്മാ, ആദരിക്കപ്പെടുന്ന പേരുകൾ മുസമ്മാന്റെ കറാമത്ത് മലറിയിക്കും എന്നാണ്. ആ മുസമ്മാന്റെ ദാത്തിന്റെ പകരല്ലേ പേര് നിൽക്കുന്നത്. അപ്പോൾ ബദരീങ്ങളെ പേര് എഴുതി വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ബദരീങ്ങളാകുന്ന മുഖദ്ദത്തായ ദാത്തിനാണ് ഈ പേര്, അല്ലേ.
അപ്പോൾ അവർ ആദരിച്ചിട്ട് അവരാ രൂപത്തിൽ പേര് വിളിക്കുമ്പോൾ ഇസ്മെന്താന്ന് അഡ്രസ് എല്ലാം പേരുമലല്ലേ പോകുന്നിപ്പോ. സെയ്ദ് വന്ന് സെയ്ദിന് കൊടുക്കണം, അതുകൊണ്ട് കൊടുക്കണം, അതിനാദരവ് കിട്ടും. അതാണ് ഞാൻ അന്ന് മൗലൂദിൽ പറഞ്ഞത്. യക്കളത്തിലുള്ള ഹിസ്സിയായ ഹുദൂറുണ്ടവർക്ക് പിന്നെ മനാമിയുണ്ട്, ഖയാലിയുണ്ട്, ഒക്കെ അതിന് മൗലൂദി ചെത്തിട്ടുണ്ട്. അതുപോലെ ഇസ്മും മുസമ്മിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ولذلك كان صلى الله عليه وسلم يغير الاسم القبيح الى اسم حسن. കബീഹായ പേര് കണ്ടാൽ തങ്ങളെന്താക്കുന്നത് മാറ്റിക്കളയും, നല്ല പേരിലേക്ക് മാറ്റും. فعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان يغير الاسم القبيح. മോശമായ പേരാണെങ്കിൽ തങ്ങളെന്താക്കും മാറ്റും. وعن ابن عمر رضي الله عنهما أن ابنة لعمر, ഉമർ തങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു. കാന യുഖാലു ലഹാ ആസിയ എന്നാണ് ആ പേരുണ്ടായിരുന്നത്. അപ്പോൾ മഅസിയത്ത് ചെയ്യുന്ന ആളായി. ഫസമ്മാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീല എന്ന് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതിലെന്തുണ്ട്, മോശമായ പേരാണെങ്കിൽ എല്ലാം മാറ്റണം. അപ്പോൾ പണ്ടും പണ്ടേ എന്ന് പറഞ്ഞാൽ പണ്ടും പണ്ടേനോട് മനസ്സിലാവില്ല, അതിലെന്തുണ്ട് ആപത്തുണ്ട്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോൾ മൂപ്പർ ഒന്നേ തെളിവ് പറഞ്ഞിട്ടുള്ളൂ, ധാരാളുണ്ട്. റവാഹു മുസ്ലിം ബിഖ്തിസാർ. എന്നെയാണ് തത്തയ്യൂർ ലക്ഷണം പറയില്ലേ, പച്ചി കാളി ഗൗളി അങ്ങനെയാക്കി ഇവിടെ ഇങ്ങോട്ടാക്കി. പിന്നെന്തെല്ലാം പൂച്ചമുറിച്ചതിനെ പറഞ്ഞാലോ വയസ്സ് എങ്ങനെ മറാജി കറുത്ത പൂച്ചയാണ് ഇന്നലെ പൈസ അത് പൈസ കൊണ്ടിട്ടും വന്നു. പിന്നെ കാക്ക വന്നിട്ടാക്കിയാൽ എന്തുകൊണ്ട് ബിസിനസ്